ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ആലമുൽ അർവാഹിൽ, ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യരുടെ ആത്മാക്കളോടും അല്ലാഹു ചോദിക്കുകയാണ്, അവൻ സമ്മതിക്കുകയാണ്. അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ? ഖാലൂ ബലാ. ഒരുമിച്ച് കൂടിയതാകുന്ന സർവ്വ ആത്മാക്കളും ഒന്നടങ്കം അല്ലാഹുവിനോട് സമ്മതം പറയുകയാണ്, ശരിയാണ് അല്ലാഹ്, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സർവേശ്വരൻ, നീയാണ് ഞങ്ങളുടെ സൃഷ്ടികർത്താവ്. അല്ലാഹ് അൻത റബ്ബുനാ വ ഇലാഹുനാ, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചവൻ, നീയാണ് ഞങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവൻ. ഞങ്ങൾ സമ്മതിച്ചു അല്ലാഹ്, ഞങ്ങൾ ഏറ്റെടുത്തു അല്ലാഹ്. എല്ലാ ആളുകളും, ഇന്നുള്ള നിരീശ്വരവാദികൾ, ഇന്നുള്ള യുക്തിവാദികൾ, ഇന്നുള്ള വിശ്വാസികൾ, അവിശ്വാസികൾ, ഈ കാലഘട്ടത്തിലുള്ളവർ, കഴിഞ്ഞതായ സമൂഹത്തിലുണ്ടായിരുന്നവർ, വരാനിരിക്കുന്നതാകുന്ന ജനകോടികൾ, ഇവരുടെയൊക്കെ ആത്മാവ് അള്ളാഹുവിന്റെ തിരുഹദ്റത്തിൽ ഒരുമിച്ച് കൂടിയ സമയത്ത് എല്ലാവരോടുമുള്ള ചോദ്യമാണ്, എല്ലാ ആത്മാക്കളും സമ്മതം മൂളിയതാണ്, ശരിയാണ് റബ്ബേ, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ എന്ന് അംഗീകരിച്ച് സംതൃപ്തിപ്പെട്ടിട്ടാണ് രണ്ടാമത്തെ ഘട്ടമാകുന്ന ആലമുദ്ദുന്യ എന്ന ഇഹലോകത്തേക്ക് അള്ളാഹു നമ്മളെ അയച്ചത്. അപ്പൊ ഒന്നാമത്തെ ജീവിതഘട്ടം നമ്മളിന്ന് കഴിഞ്ഞുപോയി. അങ്ങനെ ഒരു ലോകം നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഖുർആൻ ഓതിയിട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ മുഅ്മിൻ മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണ്? അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ, അല്ലേ? അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവൻ, അവനാണ് മുത്തഖി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. الذين يؤمنون بالغيب, അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവൻ, അവനാണ് മുത്തഖി. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ അങ്ങനെ ഒരു ലോകം എനിക്ക് പരിചയമില്ലല്ലോ മൂല്യാരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പരിചയമില്ലല്ലോ, എനിക്കറിയില്ലല്ലോ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തി, അങ്ങനെ ഒരു ലോകം കഴിഞ്ഞു പോയിട്ടുണ്ട്. നിന്റെയൊക്കെ ആത്മാവ് മാത്രമായിട്ടാണ് അള്ളാഹുവിന്റെ തിരുഹദ്റത്തിലുള്ളത്. ശരീരമില്ല, ഈ കാണുന്ന ബോഡിയില്ല, നമ്മുടെയൊക്കെ റൂഹുകൾ, അർവാഹുകൾ മാത്രമായിട്ടാണ് അള്ളാഹുവിന്റെ തിരുഹദ്റത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ അള്ളാഹു നമ്മളോട് കരാറ് ചെയ്തു, ഞാനല്ലേ നിങ്ങളുടെ രക്ഷിതാവെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ആത്മാവ് മുഴുവൻ ആളുകളുടെയും പറഞ്ഞു, അതേ റബ്ബേ, നീയാണ് പരിപാലകൻ എന്ന് സമ്മതിച്ചതാണ്. വിശ്വാസികൾ മാത്രമല്ല, ഇന്നുള്ള യുക്തിവാദികളും അവിശ്വാസികളും നിരീശ്വരവാദികളും എല്ലാവരും അന്ന് അവിടെ വെച്ച് സമ്മതം മൂടിയതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ ഉറപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒരു ഘട്ടം. അത് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും, അത് തന്നെ ദിവസങ്ങൾ പറയേണ്ടതാണ്. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം, വിശാലമായ ചരിത്രമാണ്, വിശാലമായ ചർച്ചയാണ്. قال رسول الله صلى الله عليه وسلم الأرواح جنود مجندة فما تعارف منها يأتلفا وما تناكر منها يختلفا
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആത്മാക്കൾ വിഭിന്നമാണ് സ്വഹാബ. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയതാകുന്ന ആളുകൾ ഈ ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുമേ സംവദിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആത്മാക്കൾ ഈ ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ ശരീരത്തോടുകൂടി പരസ്പരം കണ്ടുമുട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ കണ്ടുമുട്ടാത്ത ആത്മാക്കൾ ഈ ദുനിയാവിൽ മഷിയിട്ട് നോക്കിയാലും കാണൂല, ഈ ദുനിയാവിൽ പരസ്പരം സംവദിക്കൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ ദുനിയാവിൽ നമ്മൾ തമ്മിൽ പരസ്പരം ഒരു കണക്ഷൻ ഉണ്ട് എങ്കിൽ, കോട്ടയം ജില്ലയിലെ കുമ്മനം എന്ന ദേശത്തുള്ളതാകുന്ന ഈ വിനീതൻ നിങ്ങൾക്ക് മുമ്പാകെ 14 മണിക്കൂർ യാത്ര ചെയ്ത് നിങ്ങൾക്ക് മുമ്പാകെ എത്തണമെങ്കിൽ ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് ഇതുപോലൊരു കണക്ഷൻ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞ ഈ വചനത്തിന്റെ പൊരുൾ അതാണ്. നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ മനസ്സിലായിക്കോണം, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കാണാൻ സാധിച്ചില്ലെങ്കിൽ ഒന്നാം കാലഘട്ടത്തിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കാണലുണ്ടായിട്ടില്ല എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ട്, അത് ഉറപ്പിച്ചോ, മനസ്സിലങ്ങ് ഉറപ്പിക്കണം. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം എന്നാണ് ആ ജീവിതത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അവിടെ നമ്മുടെ ആയുസ്സിനെ പറ്റിയും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. 1000 കൊല്ലക്കണക്കിന് വർഷമാണ് നമ്മുടെ ആത്മാക്കൾ ഇവിടെ ജീവിച്ചിട്ടുള്ളത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പോൾ നമ്മൾ വസിക്കുന്നത് രണ്ടാം ഘട്ട ജീവിതമാണ്, രണ്ടാമത്തെ ഘട്ടമാണിത്. ഇത് ആലമു ദുനിയാണ്, ഇഹലോകമാണ്. ഈ ദുനിയാവിൽ നമ്മുടെ ആയുസ് അഅ്മാറു ഉമ്മത്തി മാബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വളരെ കുറഞ്ഞ ആയുസേ ഉള്ളൂ ഈ ദുനിയാവിൽ, കുറഞ്ഞ കാലഘട്ടം, വളരെ ചുരുങ്ങിയ ആയുസ് മാത്രമാണ് ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. മറ്റുള്ള ജീവിത കാലഘട്ടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ, ഇനി പറയാനുണ്ട് ഓരോ ഘട്ടങ്ങൾ, 5 ജീവിത ഘട്ടങ്ങളാണ് മൊത്തത്തിൽ ടോട്ടലായിട്ടുള്ളത് എങ്കിൽ അതിൽ ഒന്നാമത്തെ ഘട്ടവും 3ഉം 4ഉം 5ഉം ഘട്ടങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആപേക്ഷികമായി കുറഞ്ഞ ജീവിത ഘട്ടമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ദുനിയാവിന്റെ ഘട്ടം. 60ന്റെയും 70ന്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിന്റെ ആയുസ്സെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഉമ്മത്തി എന്ന ഒരൊറ്റ പദത്തിൽ നിന്ന് തന്നെ വ്യക്തമായി റസൂലുള്ളാഹിന്റെ ഉമ്മത്തല്ലാത്ത മുൻകഴിഞ്ഞു പോയതാകുന്ന സമുദായക്കാർ 3000, 4000, 5000 വർഷമൊക്കെ ഈ ലോകത്ത് ജീവിച്ചു പോയതാകുന്ന ആളുകളുണ്ടായിരുന്നു എന്ന് ഹദീസുകളിലൂടെ, പ്രവാചക അധ്യാപനങ്ങളിലൂടെ, ചരിത്രത്തിന്റെ താളുകളിലൂടെ ലോകത്ത് വ്യക്തമാകുകയാണ്. അപ്പോൾ ഒരുപാട് മുൻഗാമികൾ, നല്ല ആയുസ് ദൈർഘ്യതയുള്ളവരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60ന്റെയും 70ന്റെ ഇടയിലാണ്. പിന്നെ ചില ആളുകൾക്ക് 70, 80, 90 ഒക്കെ കൊടുക്കും. ഗിന്നസ് ബുക്ക് ഇവിടെ നിലനിന്ന് പോകണ്ടേ, അതിനു വേണ്ടിയാണ്. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് ഇങ്ങനെ കൊടുക്കും. അവർ അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കൂടുതൽ റബ്ബിലേക്ക് ശുക്ർ ചെയ്തുകൊണ്ട് നിലകൊള്ളണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് നൽകിയിട്ടുണ്ട്. ആ കിട്ടിയ ആയുസ്സിൽ അല്ലാഹുവിനെ അനുസരിച്ച് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവന്റെ ത്വാഅത്തിലായി കഴിഞ്ഞുകൂടുകയും വേണം. കാരണം റസൂലുള്ളാഹിയോട് ഒരിക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്, ഏറ്റവും ഉത്തമനാരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകുകയാണ്, മൻ തആല ഉമറുഹു വഹസന അമലുഹു. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയവനാണ്. 60, 70, 90 വയസ്സ് വരെ ഈ ദുനിയാവിൽ ജീവിച്ചവനാ. തീർന്നില്ല സാബ വഹസന അമലുഹു. ഈ ദുനിയാവിൽ ജീവിച്ച കാലമത്രയും സുഹൃതമാണ്, സുഹൃതമാണ്. നമസ്കാരങ്ങൾ 5 വഖത്ത് ചിട്ടയാ, റവാത്തിബ് സുന്നത്തുകൾ കൃത്യതയാണ്, കൃത്യതയാണ്. ജമാഅത്തുകൾ ശ്രദ്ധിക്കുന്നതായ സഹോദരനാണ്. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുകൾ കടന്നു വരുമ്പോ ഒതുവെടുത്തുകൊണ്ട് ആദ്യ വഖത്തിൽ തന്നെ വീടിനകത്തലങ്ങൾ നമസ്കരിക്കുന്നതായ സഹോദരിയാണ്. നോമ്പുകൾ നോറ്റു വീട്ടുന്നവരാണ്, സകാത്തുകൾ കൊടുത്തു വീട്ടുന്നവരാണ്, പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവരാണ്, പാവങ്ങളുടെ കണ്ണീരപ്പിയവരാണ്, നിരാലംബര കവലമമായവരാണ്, നിരാശർക്ക് ആശ്രയത്വം കൊടുത്തവരാണ്. ഒരുപാട് സുഹൃതങ്ങൾ ഈ ദുനിയാവിൽ ചെയ്യാൻ സൗഭാഗ്യം കിട്ടിയവനാണ്. മൻ ത്വാല ഉമറുഹു
വഹസുന അമലുഹു. 60, 70, 90, 100 വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ചതായ സഹോദരന, നെല്ലിക്കുന്നിന്റെ പരിസരത്ത് എത്രയോ ഉപ്പമാർ ആരാധിയിലുള്ളവരാണ്. ഈ രീതിയിൽ കഴിഞ്ഞുപോയ ഉമ്മമാര്, എത്രയോ സാലിഹീങ്ങളാകുന്ന ആളുകൾ ഇന്നും വീടിന്റെ കെടാവിളക്കായി, വീടിന്റെ പ്രഭാ കേന്ദ്രമായി, വീട്ടിലുള്ളവർക്ക് റിസ്ക് കിട്ടാൻ നിദാനമായി, പ്രവാസലോക തറവിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ ഭർത്താവ് പൊരവയലത്ത് കഷ്ടപ്പെടുമ്പോഴും ആ ഭർത്താവിന്റെ മാതാപിതാക്കൾ, പ്രായമുള്ളവർ വീട്ടിലുള്ളതിന്റെ പേരിൽ അവർക്ക് അല്ലാഹു റിസ്ക് നൽകുകയാണ്. അല്ലാഹു അവർക്ക് റിസ്ക് നൽകുകയാണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കണേ, ആദരിക്കണേ, ആദരിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയവൻ ആ ജീവിച്ച കാലം അത്രയും സുഹൃതം ചെയ്യാൻ പറ്റിയതാകുന്ന വ്യക്തിയാണോ ജനങ്ങളിലെ ഏറ്റവും ഉത്തമനാണ്. അവനാണ് ജനങ്ങളിൽ ഉത്തമനെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, മൻ ശററുന്നാസി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ്? ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ മൻ ത്വാല ഉമറുഹു വസാഅമലുഹു. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളതായ വ്യക്തിയാണ്. 60, 70, 90 വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ സുഹൃതമില്ല, നമസ്കാരം ചിട്ടയില്ല, നോമ്പുകൾ പിടിച്ചവനല്ല, സക്കാത്തുകൾ കൊടുത്തവനല്ല, തന്റെ സമ്പത്തിന്റെയും കച്ചവടത്തിന്റെയും സക്കാത്ത് ഇപ്പോഴും കൊടുക്കാൻ ബാക്കിയുള്ളവരാണ്. ജീവിതത്തിൽ സദഖകൾ ചെയ്യുന്നവനല്ല, നിരാലംബര കവലമമാകുന്നവനല്ല, നിരാശരക്കാശ്രയത്വം കൊടുക്കുന്നവനല്ല, പണത്തിന്റെ പളപളപ്പിൽ വിരാജിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ വ്യക്തിയാണ്. 60, 70, 90 വയസ്സ് വരെ ജീവിച്ചവനാണ്, ജീവിച്ചവനാ. പക്ഷേ ജീവിതത്തിൽ സുഹൃതമില്ല, സുഹൃതമില്ല. കള്ളമായി നിലകൊള്ളുന്നവനാണ്, കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവനാണ്, ലഹരി പദാർത്ഥങ്ങൾ അടിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ വഴിപെട്ട ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. ബ്ലൂ സിനിമകളെ പാതിരാത്രി സമയത്ത് കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് കണ്ണുകളെ മലീവസപ്പെടുത്തുന്നതായ സഹോദരനാണ്. തന്റെ കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തുന്നതായ സഹോദരിയാ. 4, 5 പ്രസവിച്ചതായ സഹോദരിയാണ്. സ്വന്തം മക്കളെ പോലും മറന്നുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്തുന്നതായ സഹോദരിയാണ്. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ളതാകുന്ന പരസ്ത്രീകളുമായി ഫോണിലൂടെ അവളുമായി ശാരീരിക ബന്ധത്തിലൂടെ ഏർപ്പെടാൻ മടിയില്ലാത്തതാകുന്ന യുവാക്കള. ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്, പക്ഷേ ജീവിതത്തിൽ നന്മയില്ല, ജീവിതത്തിൽ സുഹൃതമില്ല. അവനാണ്, അവനാണ് സാബ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കി ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നതായ ഈ ലോകം ഇത് ആലമുദ്ദുന്യയാണ്, 2ാം ഘട്ട ജീവിതമാണ് ഇഹലോകം. ഇവിടെ കുറഞ്ഞ ആയുസ്സേ ഉള്ളൂ. ഈ കുറഞ്ഞ ആയുസ്സിനിടയിൽ കൂടുതൽ അമലുകൾ ചെയ്ത് നമുക്ക് മുന്നേറണം. അതിന് നീ വിഷമിക്കേണ്ട. മുൻഗാമികൾക്ക് ഒരുപാട് ആയുസ് കൊടുത്തല്ലോ എന്ന് കരുതി നീ വിഷമിക്കാതിരിക്കാനാണ് നിനക്ക് പരിശുദ്ധമായ നല്ല നല്ല മാസങ്ങൾ, റമദാൻ പോലെയുള്ള പവിത്രമായ മാസങ്ങൾ അല്ലാഹു നൽകിയത്. അതിൽ തന്നെ ലൈലത്തുൽ ഖദ്ർ പോലെയുള്ള പവിത്രമായ രാവുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയത്. പവിത്രമായ മാസങ്ങൾ, പവിത്രമായ ദിവസങ്ങൾ, പവിത്രമായ ആഴ്ചകൾ, പവിത്രമായ രാവുകൾ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നല്ല നല്ല രാവുകൾ വിശ്വനാഥ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. 5 രാത്രികൾ ദുആഇന് ഇജാബത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി قال رسول الله صلى الله عليه وسلم 5 ليال لا يرد فيها دعاء. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബ 5 രാത്രികൾ ശ്രദ്ധിക്കണേ, ഒരു പ്രാർത്ഥനയും ആ രാത്രിയിൽ അല്ലാഹു തട്ടുകയില്ല. ലാ യുറദ്ദു ഫീഹാ
ദുആഉൻ നക്കറയായാണ് അല്ലാഹുവിന്റെ റസൂൽ ആ വാക്യം പറഞ്ഞത്. നക്കറയും മഅരിഫയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്ത് ദുആ ചെയ്താലും എന്ത് പ്രാർത്ഥിച്ചാലും ഇന്നതെന്നല്ല, ലാ യുറദ്ദു ഫീഹ ദുആഉ എന്നല്ല, ഇന്നത് ചോദിക്കണമെന്നല്ല. എന്ത് ഖൈറായത് ചോദിച്ചോ, ഏത് കാര്യം ചോദിച്ചോ അല്ലാഹു നിനക്ക് ഉത്തരം നൽകും. അങ്ങനെ തഞ്ചിരാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാവാണ്, ഇജാബത്താൻ, ഇജാബത്താൻ, ബറാഅത്തിന്റെ രാവ്, ഇജാബത്താൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് തൊട്ടടുത്ത മാസം ശഅബാൻ. വലൈലത്തുൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച രാവുകളാണ്, രാവാൻ. വ്യാഴാഴ്ച അസ്തമിച്ച രാവ്, അങ്ങനെയല്ലേ നമ്മൾ പറയാ? നമ്മളൊക്കെ നോട്ടീസിൽ അങ്ങനെ തന്നെയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി കൊടുക്കുകയാണത്. വ്യാഴാഴ്ച മഗ്രിബിന് ബാങ്ക് വിളിച്ചു, വെള്ളിയാഴ്ച സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയം ജാബത്താണ്. എന്തു ചോദിക്കുക, അത് എല്ലാ ആഴ്ചയുണ്ട്, അത് ഓർത്തോണം, എല്ലാ ആഴ്ചയുണ്ട്. അതാണ് ഈ വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം. നമ്മൾ ശൈലോക്ക് കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി ഇടികൂടുകയാണ്. അല്ലാഹു ആക്കട്ടെ. ഈ രാവുകളുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കി. വലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ് ഭയങ്കര ശ്രേഷ്ഠതയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അതിപ്പോ കിട്ടാൻ അത് നാളെയല്ലേ? നാളത്തെ ദിവസം ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. തീർന്നില്ല, വീണ്ടും പറയാൻ. വലൈലത്തു ഈദിൽ ഫിത്രി വലൈലത്തു ഈദിൽ അദ്ഹാ, ചെറിയ പെരുന്നാളിന്റെ രാവാണ്, ബലി പെരുന്നാളിന്റെ രാവാണ്, രാവാൻ. ഈ 5 രാവ് സാധാരണ രീതിയിൽ മിക്ക ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന രാവുകളാണ് ഈ രാവുകൾ. അത്രയും റജബിന്റെ ആദ്യത്തെ രാവ്, ഷഅബാൻ 15ന്റെ രാവ്, വെള്ളിയാഴ്ച രാവ്, അത് ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരാം. വെള്ളിയാഴ്ച രാവ്, അതുകൂടാതെ പരിശുദ്ധമാക്കപ്പെട്ടതായ ചെറിയ പെരുന്നാൾ രാവ്, വലിയ പെരുന്നാൾ രാവ്. ഈ ദിവസമൊക്കെ മിക്കപ്പോഴും പോത്തു വാങ്ങാൻ വേണ്ടി കടയിൽ പോയി ക്യൂ നിൽക്കും. ഇല്ലെങ്കിൽ രാത്രിയിൽ TV മൂടി വെച്ചിരുന്നതൊക്കെ തിരിച്ച് പുറത്തിട്ടിട്ട് സിനിമയും കണ്ട് സീരിയലും കണ്ടുകൊണ്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും സൊറ പറഞ്ഞുകൊണ്ട് വർത്തമാനം പറഞ്ഞ് മനുഷ്യൻ വില കൂടും. രാത്രിയുടെ ആ മഹാത്മ്യത്തെ ശ്രദ്ധിക്കാതെ പോകും. ചെറിയ പെരുന്നാൾ രാവ്, വലിയ പെരുന്നാൾ രാവ്, ഖൈറായത് ചോദിച്ചോ ഉത്തരം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ രാവുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ഈ ദുനിയാവിൽ അമൽ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മാസങ്ങളും രാവുകളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. നീ ചോദിച്ചോ, നിനക്ക് ഉത്തമമായ മേഖലയിൽ അള്ളാഹു നിന്നെ എത്തിക്കും. നീ അമൽ ചെയ്തോ, നിനക്ക് മുൻഗാമികൾ 5000 വർഷം ഈ ലോകത്ത് ജീവിച്ചവർ ചെയ്ത അമലുകളേക്കാൾ ഉത്തമമായ മേഖലയിലേക്ക് നിനക്ക് എത്താൻ പറ്റും. ഈ 60-70 വയസ്സ് ശരിക്കും അമൽ ചെയ്താൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്ത ഘട്ടം ആലമുൽ ബർസഖ്. ഞാൻ വേഗം പോവാൻ. 4ാമത്തെ ഘട്ടമാണ് നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ടത്. ആലമുൽ ബർസഖ്, ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകം, മറയുടെ ലോകമാണത്. എല്ലാ സ്ഥലത്തേക്കും അള്ളാഹു നമ്മളെ കൊണ്ടുപോകും. ഒന്ന് ആലമുൽ അർവാഹ് ആയിരുന്നു, അള്ളാഹുവിന്റെ ദർബാറിലായിരുന്നു, അവന്റെ തിരുഹദ്റത്തിൽ. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. രണ്ടാമത്തത് ഈ ഭൂമിയുടെ ഉപരിതലത്തിലാണ്. നമ്മളൊക്കെ ഈ പൊട്ടക്കിണത്തിലെ തവളകളെ പോലെ ഈ ദുനിയാവിൽ ഇങ്ങനെ കടന്ന് ഓടുക. ഇവിടെ കടന്ന് ഓടുക. ഇപ്പോൾ എന്നിട്ട് ഇവിടെ തന്നെ ശാശ്വതമായി ജീവിക്കാൻ വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ. ഇനി ഇവിടുന്ന് വലിയൊരു യാത്രയുണ്ട് നമുക്ക്, ആലമുൽ ബർസഖ്. 2ാം ഘട്ട ജീവിതത്തിന്റെയും 4ാമത്തെ ഘട്ടത്തിന്റെയും ഇടയിലുള്ള ഒരു മറയുടെ ലോകം. അത് ഈ ഭൂമിക്ക് അടിയിലാണ്. അടുത്ത ഘട്ടം ഭൂമിക്ക് അടിയിലോട്ട് കൊണ്ടുപോകാം, മണ്ണിനടിയിലോട്ട്. അതൊരു ലോകമാണ്, അതൊരു ലോകമാണ്. ആലമുൽ ബർസഖ്, ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകം. قال رسول الله صلى الله عليه وسلم, നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മാ റഅയ്തു മല്ലറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫളഅ മിൻഹു.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടതായ സ്ഥലം, ഏറ്റവും മോശമായ സ്ഥലം, ഏറ്റവും ഭയാനകമായ ലോകം അത് ഖബറാണ്, ഖബറാണ് സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആരാണ് പറയുന്നത് ചെറുപ്പക്കാരാ? ആരാണ് പറയുന്നത് സോദരാ? ഇസ്റാ മിഅ്റാജ് രാവിൽ സ്വർഗം കണ്ട പ്രവാചകരല്ലയോ? നരകത്തിൻ്റെതാകുന്ന തീജ്വാലകൾ, നരകത്തിൻ്റെതാകുന്ന ശിക്ഷകൾ, നരകത്തിൻ്റെതാകുന്ന പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ നേരിട്ടും കണ്ടതാകുന്ന പ്രവാചകന് പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ലോകം അത് ഖബറാണ്, ഖബറാണ്, ഖബറാൻ. അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറെന്ന് കേൾക്കുമ്പോൾ കരയുകയാണ്, ഖബറിന്റെ ചാരത്തുകൂടി നടക്കുമ്പോൾ തന്നെ കരച്ചിലാണ്. മായുബക്കീക യാ ഉസ്മാൻ, എന്തേ ഉസ്മാനെ ഇത്രത്തോളം കരയാനുള്ള കാരണം? ഖബറെന്ന് കേൾക്കുമ്പോൾ ഇത്രത്തോളം ദുഃഖിക്കാനുള്ള കാരണം എന്താണ്? നരകത്തെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഇത്രത്തോളം കരയുന്നതായി ഞങ്ങൾ ആരും തന്നെ കാണാറില്ലല്ലോ. ഖബറെന്ന് കേൾക്കുമ്പോൾ, ഖബർ കാണുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്നത് എന്താണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരുടെ ചോദ്യത്തിന് മറുപടിയായി പറയുകയാണ്, ലൗ കുന്തു ഫിൽ മഹ്ശരി കുന്തു മഅന്നാസ്. നാളെ കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട്, കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ തിരുഹളറത്തിൽ എന്നെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തിക്കഴിഞ്ഞാൽ കുന്തു മഅന്നാസ്, അവിടെ ഞാൻ ജനങ്ങളോടൊപ്പമാണ്. ഈ ദുനിയാവിൽ നമസ്കരിച്ചവരെന്റെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ നോമ്പ് നോറ്റിവിട്ടിയവർ എന്റെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തു വീട്ടിയവർ എന്റെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ ദാനധർമ്മങ്ങൾ ചെയ്തവർ എന്റെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ പാപങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ടാകും, ഈ ദുനിയാവിൽ സലാത്തുകൾ അധികരിപ്പിച്ചവരുണ്ടാകും, ഈ ദുനിയാവിൽ ദിക്റുകൾ കൊണ്ട് നാവുകളെ റാഹത്താക്കി മുന്നേറിയതാകുന്ന സാലിഹീകളാകുന്ന സമുന്നതരായ വ്യക്തികൾ അവിടെ ഉണ്ടാകും. ദിക്റുകൾ ചൊല്ലുകയും ഇബാദത്തുകൾ അനുഷ്ഠിക്കുകയും എന്ന് മാത്രമല്ല, ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്തതായ സർവ്വ സാലിഹീങ്ങളെയും ഒരുമിക്കുന്ന സ്ഥലമല്ലയോ? ദുഷിച്ചതാകുന്ന ജനങ്ങളും കടന്നു വരുന്ന സ്ഥലമല്ലയോ? ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലകളെയും കൊണ്ടുവരുന്നതായ മഹ്ശറയിൽ ഞാൻ ഒറ്റക്കല്ല. വലോ കുന്തു ഫിന്നാർ, ഈ പാവപ്പെട്ട ഉസ്മാനിനെ കൊണ്ടുപോയി കത്തിച്ചൊലിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അലംഘനീയമായ വിധി പ്രകാരം മരിച്ചെറിഞ്ഞാലും കുന്തു മഅന്നാസ്, ആ നരകത്തിലും ഞാൻ ഒറ്റക്കല്ല. ദുഷിച്ചതാകുന്ന ജനങ്ങൾ എന്റെ കൂടെ ഉണ്ടാകും. നമസ്കരിക്കാത്തവരില്ലയോ? നോമ്പുകൾ നോൽക്കാത്തവരില്ലയോ? അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിക്കാത്തവരില്ലയോ? കള്ളുമായി നിലകൊണ്ടതായ സഹോദരങ്ങളില്ലയോ? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സഹോദരിമാരില്ലയോ? സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നതായ ചെറുപ്പക്കാരില്ല, യുവതികളില്ലയോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മറന്നുകൊണ്ട് അന്യമതത്തിൽപ്പെട്ടതായ ചെറുപ്പക്കാരുമായി ഒളിച്ചോടാൻ തയ്യാറായി നിൽക്കുന്നതായ മുസ്ലിം സഹോദരിമാരില്ലയോ? എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടുകൊണ്ട് എറിയുന്ന സ്ഥലമല്ലയോ നരകം? ആ നരകത്തിലും ഞാൻ ഒറ്റക്കല്ല. അവിടെ ദുഷിച്ചതായ ജനങ്ങൾ എന്റെ കൂടെ കൂട്ടിനുണ്ടാകും. ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് ഈ പാവപ്പെട്ട ഉസ്മാനിനെ കൊണ്ടുപോയി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ലം യകുൻ മഈ അഹദൻ, ഒരാള് പോലും എന്റെ ഖബറിൽ തുണയില്ല. എന്റെ മാതാപിതാക്കളില്ല, എന്റെ കൂട്ടുകുടുംബാദികളില്ല, എന്റെ സഹോദര സഹോദരിമാരില്ല, എന്റെ അയൽവാസികളില്ല, എന്റെ ബന്ധുമിത്രാദികളില്ല, എന്റെ നാട്ടുകാരില്ല, കൂട്ടുകാരില്ല. ഒരാൾ പോലും എനിക്ക് തുണയില്ലാത്ത, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത അമലല്ലാതെ എന്റെ ഖബറിലേക്ക് തുണയ്ക്ക് വരൂല. അതുകൊണ്ടാണ് കൂട്ടുകാരെ
കൂട്ടുകാരെ, ഖബറെന്ന് കേൾക്കുമ്പോൾ ഞാൻ കരയാനുള്ള കാരണമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഏത് മനുഷ്യനെ കൊണ്ടുപോയ ഖബറടക്കിയാലും ആ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉറക്കെ പാടുകയാണ് ഫൈൻ തൻജു മിൻഹാ തൻജു മിൻ അളീമതി വഇല്ലാ ഫഇന്നി ലാ യഖാലുക നാജിയാ. അല്ലയോ ഏകാന്തനായി കിടക്കുന്നതായ സഹോദര, ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഈ ഖബറിൽ ഒറ്റയ്ക്ക് കഴിയുന്നതായ ചെറുപ്പക്കാരാ സഹോദര, ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ നെരുക്കത്തിൽ നിന്ന്, അതിന്റെ അദാബുകളിൽ നിന്ന്, അതിന്റെ ചോദ്യോത്തരങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ നിനക്ക് സാധിച്ചുവെങ്കിൽ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് നന്മകൾ കഫംപുടയിലേക്ക് രേഖപ്പെടുത്താൻ സാധിച്ചുവെങ്കിൽ എല്ലാ വലിയ വിപത്തുകളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ്. ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ നെരുക്കത്തിൽ നിന്ന്, അതിന്റെ അദാബുകളിൽ നിന്ന് മുൻകർ നക്കീർ വന്നുകൊണ്ട് ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ നബി, ആരാണ് നിന്റേതാകുന്ന ഇമാമ്, ആരാണ് നിന്റെ സഹോദരൻ, ആരാണ് നിന്റെ സഹോദരിമാര് എന്ന് നിന്നോട് ചോദിക്കുമ്പോ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം മുട്ടിക്കൊണ്ട് നിലകൊള്ളുന്നതായ വ്യക്തിയാണോ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ കഫംപുടയിലേക്ക് രേഖപ്പെടുത്താൻ നിന്നോട് പറയുമ്പോ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് തിന്മകൾ രേഖപ്പെടുത്തുന്നവരാണോ? ലാ യഖാലൂക നാജിയാ, ലാ യഖാലൂക നാജിയാ. ഇനി അങ്ങോട്ടുള്ള ജീവിതഘട്ടങ്ങളിൽ നിന്നെ കൊണ്ട് രക്ഷപ്പെട്ടവനാണെന്ന് വിചാരിക്കാൻ ഈ ഉസ്മാനിനെ കൊണ്ട് സാധിക്കൂല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കാരണം ഖബർ നിസ്സാരമല്ല, ഈ ദുനിയാവിൽ നിന്നുള്ള വേർപിരിയലാണ്, ഇനി ഒറ്റയ്ക്കുള്ള വാസമാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള പാരത്രിക ലോകത്തിന്റെ തുടക്കമാണ്. ഒറ്റയ്ക്ക് നേരിടേണ്ടതാകുന്ന ഭവനമാ ഈ ദുനിയാവിൽ. എവിടെ പോയാലും നിനക്ക് ആളുകളുണ്ട്, ബന്ധുക്കാരുണ്ട്. ഏത് ജയിലറയിൽ പോയിരുന്നാലും നിനക്ക് ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങാനുള്ള സ്വാധീന ശക്തികൾ നിനക്കുണ്ട് എങ്കിൽ ഈ ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ സഹോദര ഇനി ഒരു മടക്കമില്ല, ഇനി ദുനിയാവിലേക്കൊരു മടക്കമില്ല. ഇനി അടുത്ത ഘട്ടം നാലാമത്തെ ഘട്ടമാണ്. അതല്ലാതെ ഒരു തിരിച്ചുവരവ് രണ്ടാം ഘട്ടത്തിലേക്ക്, ഈ ഭൗതികമാകുന്ന ലോകത്തേക്ക്, അതിന്റെ ആഡംബര ആസ്വാദനത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരവില്ല. എത്രയോ ആളുകളാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് കിടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഈ വാലുകൾ കേൾക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് 10,000-കണക്കിന് ആളുകൾ ഈ വാലുകൾ കേൾക്കുകയാണ്. ഈ നെല്ലിക്കുന്ന ജമാഅത്തിന്റെ പരിസരത്ത് അന്തിവിശ്രമം കൊള്ളുന്നതായ ഈ സേതിന്റെ മുൻവശത്തും മറുഭാഗത്തുമായി 10,000 അന്തിവിശ്രമം കൊള്ളുകയാണ്. അവരെ ഖബറിൽ കടന്നുകൊണ്ട് കേൾക്കുകയാണ്. ശരിയാണ് ഉസ്താദ് പറയുന്നത്, ശരിയാണ്. ഈ മൈലാഞ്ചി കാടുകൾക്ക് കഥകൾ പറയാനുണ്ട്. ആറടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോയാൽ ഇനി ദുനിയാവിലേക്ക് മടക്കമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽഖബറു അഫളഅ മിൻഹു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ലോകം, ഏറ്റവും മോശമായ ഘട്ടം അത് ഖബറാണ് എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ ഘട്ടത്തിലേക്ക് ഇനി പോകാനുള്ളവരാണ്. നമ്മളിപ്പോ രണ്ടാമത്തെ ഘട്ടമാണ്. മൂന്നാം ഘട്ടത്തിലേക്ക് യാത്ര പോകാനിരിക്കുക. ഈ കിടക്കുന്നവരൊക്കെ മൂന്നാം ഘട്ടം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ജീവിതം അവരുടെ മൂന്നാം ഘട്ടത്തിലാണ്. ഇതാണ് മനുഷ്യന്റെ ബേസിക്, അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈ പറയുന്നത്. നമ്മുടെ ജീവിതഘട്ടങ്ങൾ, നമ്മൾ ഈ ദുനിയാവിൽ പൗരത്വത്തിന് വേണ്ടിയും സിന്ദാബാദ് വിളിച്ച് നിലകൊള്ളുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ ഈ ലോകത്തൊന്ന് യാത്ര പറയേണ്ടവരാണെന്നുള്ള യാഥാർത്ഥ്യബോധം. നമ്മൾ ശാശ്വതത്വമുള്ളവരല്ല. അത് വേണം വേണ്ടെന്നല്ല, ഞാൻ ലാസ്റ്റ് ഭാഗത്ത് അത് കുറച്ച് കാര്യങ്ങൾ പറയും. തുടക്കത്തിലേ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റ് പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ.
നിർത്താറായില്ലല്ലോ, കുറച്ചുകൂടെ പറയാമല്ലോ അല്ലേ. മൂന്നാമത്തെ ഘട്ടം അവിടെ കണ്ട് നിൽക്കട്ടെ, പറയാനാണ് ഒരുപാടുണ്ട്. ഖബറിലെ അത്ഭുതങ്ങൾ, ഖബർ ജീവിതമൊക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖബർ വലിയ അത്ഭുതമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല, ഖബറിനകത്തൊരു ലോകമാണ്, നമ്മൾ മനസ്സിലാക്കണം. വളരെ ചിന്തിക്കേണ്ട ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. എന്താണത്? റഅയ്തു ഖൗമൻ യസ്റഊന ഫീ യൗമിൻ വയഹ്സുദൂന ഫീ യൗം. ഒരു കൂട്ടം ആളുകളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇസ്രാ മിറാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട കാഴ്ചയാണ്. അവര് ഖബറിൽ ഒരു ദിവസം വിത്തിറക്കുന്നു കൃഷിക്ക് വേണ്ടി, അടുത്ത ദിവസം ആ വിത്ത് കൊയ്തെടുക്കാൻ. അങ്ങനത്തെ ഖൗം ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി ഹുമുൽ മുഹാജിറൂന വൽ അൻസാർ. അവർ വഫാത്തായി പോയ മുഹാജിരീങ്ങളും അൻസാരികളുമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം, വഫാത്തായി പോയതാകുന്ന ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കാണാൻ. നമ്മൾ തിരിച്ചിലാക്കിയതുപോലെയല്ല, നമുക്ക് മുമ്പ് ജീവിച്ചു തീർന്ന ഈ സാലിഹ്യങ്ങളാകുന്ന മഹാന്മാർ, ഇപ്പൊ നെല്ലിക്കുന്ന് ഉപ്പാപ്പയടക്കം അവിടുത്തെ പരിസരത്തടക്കിയിരിക്കുന്ന വലിയ മഹാന്മാരടക്കം, ഇവരൊക്കെ ഖബറിൽ വെറുതെ ഇങ്ങനെ കൈകെട്ടി പാപികളും ദോഷികളുമായ ജീവിതത്തിൽ കാണുന്നതും ചെയ്യുന്നതും മുഴുവനും പരിപൂർണമായി തെറ്റുകളാകുന്ന നമ്മളെപ്പോലെയുള്ളതാകുന്ന കീടങ്ങൾ മരിച്ച് മണ്ണോട് ചേരുന്നത് വരെ ഇവരൊക്കെ വെറുതെ ഇങ്ങനെ കൈയും കെട്ടി കാത്തിരിക്കുമെന്ന് മാത്രം നമ്മൾ വിശ്വസിക്കണോ? ഇവര് ഖബറ് വെറുതെ ഇരിക്കുകയാണെന്നാണോ? അല്ല, ഒരിക്കലും അതല്ല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതുകൊണ്ടല്ലേ ഔലിയാക്കളെ പറ്റി പറഞ്ഞെടുത്ത് കാണാം, അവർക്ക് ഭയപ്പാടില്ല. അവർ ഖബറിൽ ഭക്ഷിച്ചുകൊണ്ടും കുടിച്ചുകൊണ്ടും പാനീയങ്ങൾ നുകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അവർക്ക് വേറെ ലോകമാണ്, ആലമുൽ ബർസഖ്. ഖബർ എന്ന് പറയുന്ന അതിനകത്ത് വേറൊരു ലോകമാണ്. മുഹാജിരികളെ പറ്റിയും അൻസാരികളെ പറ്റിയും റസൂലുള്ളാഹി പറയാൻ, ഇസ്രാ മിറാജ് രാവിലെ ഞാൻ അവരെ കണ്ടു. എന്താ കണ്ടത്? യസ്റഊന ഫീ യൗമിൻ വയഹ്സുദൂന ഫീ യൗം. ഒരു ദിവസം അവർ വിത്തിറക്കുന്നു, അടുത്ത ദിവസം അത് കൊയ്യുന്നു. അവരുടെ പരിപാടി ഏതാ? അവര് വേറെ പരിപാടി, വേറെ ലോകത്താണ് അവര്. നമ്മുടെ മുന്നിൽ നിന്നങ്ങ് മറഞ്ഞു, അത്രയേ ഉള്ളൂ. ഖബറിനകത്ത് വേറെ ലോകമാണ്. 1400 വർഷമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളിന്ന് വേർപിരിഞ്ഞു പോയിട്ട്. അള്ളാഹുവിന്റെ ദർജ ഉയർത്തട്ടെ. അവിടുത്തെ പൊരുത്തം അള്ളാഹു ഈ സദസ്സിലും ഇവിടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ പ്രവാചകൻ നമ്മളിന്ന് വേർപിരിഞ്ഞു പോയി. പ്രവാചകന്മാരടക്കം അവരൊക്കെ ഖബറിൽ ഏറ്റവും മോശപ്പെട്ടതാകുന്ന നമ്മളാകുന്ന ഈ സമൂഹം, ഏറ്റവും മോശപ്പെട്ട ഈ ഖൗമ് നമ്മുടെ പ്രവർത്തന മേഖല കണ്ടിട്ടാണ്. ഈ പ്രവർത്തന ശൈലി വെച്ച് നോക്കിയിട്ട് നമ്മളെപ്പോലെയുള്ളതാകുന്ന കീടങ്ങൾ വരുന്നതിന് വേണ്ടി അവരിങ്ങനെ കാത്ത് വെറുതെ ഖബറിൽ ഇങ്ങനെ ഇരിക്കും എന്ന് ചിന്തിക്കാൻ മാത്രം നമ്മൾക്ക് എന്താ ബുദ്ധി മോശം പോയോ? നബിതങ്ങൾ വെറുതെ കയ്യും കെട്ടിയിരിക്കുക, നമ്മളെപ്പോലെയുള്ള ആളുകൾ വരട്ടെ, അവരും കൂടെ വരട്ടെ, ലോകാവസാനം വരണമെങ്കിൽ ഇവരും കൂടെ വരണമല്ലോ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയാണ് 1400 വർഷമായിട്ട്. അല്ല, അവർക്ക് വേറെ ലോകമാണ്, വേറൊരു ലോകം അള്ളാഹു തീർത്തു കൊടുത്തിരിക്കാൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ആലമുൽ ബർസഖ്, ഖബർ എന്ന് പറയുന്ന ഭയാനകമായ രോഗം. അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈ പൊട്ടക്കിണത്തിൽ നിന്ന്, ഈ ദുന്യാവാകുന്ന പൊട്ടക്കിണത്തിൽ നിന്ന് താഴേക്കൊന്ന് പോകണം. ഇനിയാണ് ലോകം, പാരത്രിക ലോകം തുടങ്ങുന്നത് അവിടുന്നാണ്. ഖബർ മുതൽക്കാൻ ജീവിതം തുടങ്ങുന്നത് അവിടുന്നാണ്. ആ ജീവിതത്തിൽ സുഖം കിട്ടണോ, ഈ ദുന്യാവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നന്മ ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ നന്മ ചെയ്തവനെ രക്ഷപ്പെടുകയുള്ളൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, قال رسول الله صلى الله عليه وسلم يوشك الأمم أن تداعى عليكم كما تداعى الأكلة إلى قصاتها. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അവിശ്വാസികളാകുന്ന ആളുകൾ മുസ്ലിമീങ്ങൾക്കെതിരെ ഒന്നിക്കുമത്രേ. മനോഹരമായ ഭക്ഷണത്തലികയിലേക്ക് ആർത്തിയോടുകൂടി വിശന്നു വലഞ്ഞ ആളുകൾ കൈയിട്ടുകൊണ്ട് ആ ഭക്ഷണത്തലികയിലുള്ള ആഹാരങ്ങൾ സ്വന്തമാക്കുന്നത് പോലെ ലോകത്തുള്ളതാകുന്ന മുഴുവൻ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾക്കെതിരെ അവിശ്വാസികൾ തിരിയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി വിധങ്ങൾ പറഞ്ഞു. സൗബാൻ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, 1400 വർഷം മുമ്പ് പറയാൻ. അപ്പൊ കേട്ടപ്പോൾ സഹാബത്ത് വലിയ ആശ്ചര്യം. അവർ ചോദിച്ചു,
അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ അന്ന് എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ബൽ അൻതും കസീർ, നിങ്ങൾ എണ്ണത്തിൽ അന്ന് കൂടുതലാണ്. എണ്ണത്തിലൊന്നും കുറവല്ല. 2011 സെൻസസ് പ്രകാരം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ 25 കോടി മുസ്ലിമീങ്ങളായി. ഇപ്പോഴത്തെ സെൻസസ് പ്രകാരം 32-ലധികമാണ്. 32 കോടിയിലധികം മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ കൂടുതലാണെന്നല്ല, ലോക തലങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ്. റസൂലുള്ളാഹിയുടെ വാക്യം അതാണ്. ലോകരാജ്യങ്ങളിൽ നിന്ന് മുസ്ലിംകൾക്കെതിരെ ശത്രുത ഉണ്ടാകും, തിരിയുമെന്നാണ്. അമേരിക്ക ഇറാനെതിരെ നടത്തിയതാകുന്ന പ്രതിരോധങ്ങൾ, ശക്തമായ യുദ്ധത്തിന്റെ മുറകൾ, തുടങ്ങിവെച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് മുസ്ലിമീങ്ങളുടെ മതത്തിന്റെ പേരിൽ നടത്തിയതാകുന്ന വേർതിരിവ് ശ്രദ്ധയിലുണ്ടാവട്ടെ. ഇങ്ങനെ ഓരോന്ന് വരും, ഓരോ സംഭവങ്ങൾ വരും. ഫൈദാ ഖീല ഇൻഖലത് തമാദ്ദത്, മറ്റൊരു ഹദീസിൽ കാണാം. അവസാന കാലഘട്ടം ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പുള്ള ഘട്ടങ്ങളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫൈദാ ഖീല ഇൻഖലത്, ജനങ്ങൾ പറയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വിഷയമൊന്നുമില്ല, റാഹത്താണ്, പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോഴേക്കും തമാദ്ദത്, വിഷയങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടു കിടക്കും. പുതിയ വിഷയങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. അവസാന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ വലിയ വിഷയങ്ങൾ കടന്നു വരും. സയ്യിദുനാ റസൂലുള്ളാഹി ഈമാൻ ശരിക്കും മുറുകെ പിടിക്കണം ഈ സമയത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. കേട്ടോളി, ഹദീസ് കേട്ടോ. അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. വല്ല മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എണ്ണത്തിൽ കുറവല്ല, ബൽ അൻതും കസീർ, നിങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ്. പക്ഷെ ഒരു വിഷയമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, വിഷയം ഇതാണ്, വലാകിന്നകും ഗസാഉൻ കവസാഇ സൈൽ, മലവെള്ളപ്പാച്ചിൽ ഒഴിച്ചു വരുന്നതായ ചണ്ടികളെ പോലെ നിങ്ങൾ വേസ്റ്റാണ്. അവസാന കാലഘട്ടത്തിലുള്ള മോമിനിയങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഈമാനിന്റെ പ്രഭ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകുന്ന മോമിനിയങ്ങളായി മാറുകയാണ്. കേവലം ആധാർ കാർഡിൽ മുസ്ലിമാണ്, റേഷൻ കാർഡിൽ മാത്രം മുസ്ലിമാണ്, പാസ്പോർട്ടിൽ മാത്രം മുസ്ലിമാണ്, ID കാർഡിൽ മാത്രം മുസ്ലിമാ. ഈമാനിൻ്റെതാകുന്ന പ്രഭ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോവുകയാണ്. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം ഒരു മാസക്കാലമായി വലിയ പ്രക്ഷോഭറാലികളും സംഘടനകളും വിഷമങ്ങളും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും മുസ്ലിം സമുദായത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും കളിച്ചും ചിരിച്ചും രസിച്ചും രമിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുകയല്ലയോ? അവരിപ്പോഴും സിഗരറ്റ് വലിക്കുകയല്ലയോ? അവരിപ്പോഴും കഞ്ചാവടിക്കുകയല്ലയോ? അവരിപ്പോഴും ലഹരി ഉപയോഗിക്കുകയല്ലയോ? അവരിപ്പോഴും സ്ത്രീകളുമായി രഹസ്യമായ കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ IMIയിലൂടെ വാട്സാപ്പിലൂടെ ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയല്ലയോ? അവരിപ്പോഴും മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുകയല്ലയോ? അവരിപ്പോഴും മോശപ്പെട്ടതാകുന്ന പാട്ടുകൾ കേട്ടുകൊണ്ട് കാതുകളെ മലീവസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലയോ? അവരിപ്പോഴും പുതിയതാകുന്ന റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് തിയേറ്ററിന്റെ മുന്നിൽ ക്യൂ നിൽക്കുകയല്ലയോ? പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? അവരിപ്പോഴും ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിന്നുകൊണ്ട് അനക്കമടങ്ങിക്കൊണ്ട് പോയിക്കൊണ്ട് കുപ്പി വാങ്ങിച്ചുകൊണ്ട് രഹസ്യമായും പരസ്യമായും അടിച്ചു തീർത്തുകൊണ്ട് രമിക്കുന്നവരല്ലയോ? അഥവാ ദുനിയാവിന്റെ പുറകെ നിലകൊള്ളുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സാബാ വലയൻസിഅന്നല്ലാഹു ഫീ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും, അവിശ്വാസികളാകുന്ന ആളുകളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിങ്ങളോടുള്ള ഭയപ്പാടിനെ അല്ലാഹു ഊരിക്കളയുമേ. വല്ലാത്തൊരു വാക്കാണ്. അവിശ്വാസികളാകുന്ന ആളുകളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ മോമിനീകളാകുന്ന നിങ്ങളോടുള്ള ഭയപ്പാടിനെ പാടെ ഇല്ലാതാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾ എത്ര മുഷ്ടി ചുരുത്തി സിന്ദാബാദും ആസാദി വിളിച്ചുകൊണ്ട് തിരുവോരങ്ങൾ നടന്നാലും അവർ കുലുങ്ങാൻ പോകുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്, വലയൻസിഅന്നല്ലാഹു ഫീ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും, അവിശ്വാസികളുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ മോമിനീങ്ങളോടുള്ള ഭയപ്പാടിനെ അല്ലാഹു ഇല്ലാതാക്കും. ഹദീസാണ്, വിശ്വസിച്ചേ പറ്റൂ. തീർന്നില്ല. റസൂലുള്ളാഹി പറയുകയാണ്,
വലയഖ്ദിഫന്ന അല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹന, അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വഹൻ എന്ന രോഗം നിക്ഷേപിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഖാലൂ വമൽ വഹനു യാ റസൂലല്ലാഹ്, സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, നബിയേ ആ കാലഘട്ടത്തിലുള്ള മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വഹൻ എന്ന രോഗമുണ്ടാകുമെന്ന് പറഞ്ഞു. വഹൻ എന്ന രോഗം എന്താണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. രണ്ട് കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അടയാളപ്പെടും. ഒന്ന് ദുനിയാവിനോടുള്ള പ്രേമമാണ്, മറ്റൊന്ന് മരണത്തോടുള്ള വിരക്തിയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ദുനിയാവിനോടുള്ള അടങ്ങാത്ത പ്രേമം മനുഷ്യ മാനവ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന കാലഘട്ടം കടന്നു വന്നാൽ, മരണത്തോടുള്ള വിരക്തി നിന്റെ മനസ്സിൽ കടന്നു വന്നാൽ അത് അവസാന കാലഘട്ടത്തിന്റെ അടയാളമാണ്. മാത്രമല്ല അവിശ്വാസികളാകുന്ന ആളുകൾ നിങ്ങൾക്കെതിരെ തിരിയുന്ന ഘട്ടമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. അവിശ്വാസികൾ നിങ്ങൾക്കെതിരെ തിരിയുന്ന ഘട്ടമാണ്. ആ തിരിയലില്ലാതിരിക്കണമെങ്കിൽ ദുനിയാവിനോടുള്ള പ്രേമമൊന്ന് കുറയ്ക്കണേ, മരണമൊന്ന് കൊതിക്കണേ. മരിക്കാൻ വേണ്ടി മനുഷ്യ നീ കൊതിക്കണേ. കൊതിക്കണമെങ്കിൽ ദുനിയാവിൽ സുഹൃതങ്ങളുടെ പേമാരികൾ അനുഷ്ഠിച്ചവനാകണം, നമസ്കാരങ്ങൾ കൃത്യത വെച്ചവനാകണം, സകാത്തുകൾ കൊടുത്തു വീട്ടിയവനാകണം, പാവപ്പെട്ട സഹോദര സഹോദരിമാരുടെ കണ്ണീരൊപ്പിയവനാകണം, വിധവകൾ കത്താടിയായി വർത്തിച്ചവനാകണം. നെല്ലിക്കുന്ന ജമാഅത്തിന്റെ പരിസരങ്ങളിൽ പട്ടിണി കിടക്കുന്ന പാവങ്ങളുടെ കണ്ണീരപ്പാ തയ്യാറാകുന്നവനാകണം. അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവനായി മാറണം. എങ്കിൽ മാത്രമേ അവിശ്വാസികളുടെ തിരിയലില്ലാതിരിക്കൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂലുള്ളാഹിയുടെ ആ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. അവിശ്വാസികൾ നമുക്കെതിരെ തിരിയാതിരിക്കണമെങ്കിൽ ദുനിയാവിനോടുള്ള പ്രേമം കുറച്ച് മരണത്തോടുള്ളതാകുന്ന താല്പര്യമുണ്ടാക്കണം. അതെങ്ങനെ കിട്ടുക? മരണത്തോടുള്ള താല്പര്യം എങ്ങനെ കിട്ടും? അമല് ചെയ്യണം. കൂടുതൽ അമല് ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട്, കുറെ അമല് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. ഇപ്പൊ നമുക്ക് മരിക്കാൻ നമുക്ക് താല്പര്യമില്ല. അല്ലേ മനുഷ്യന്റെ അവസ്ഥ? മരണത്തോട് വിരക്തിയാൻ. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇസ്നാനി യക്റഹും ഇബ്നു ആദം, ആദം സന്തതികൾ വെറുക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് അൽ മൗത്ത്, മരണം. മറ്റൊന്ന് ഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറയൽ. സയ്യിദുനാ റസൂലുള്ളാഹി ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യന് വെറുപ്പാണ്. ശരിയാണ്. മാരകമാകുന്ന ക്യാൻസർ പിടിപെട്ടിട്ട് വായിലൂടെ രക്തക്കട്ട ഛർദ്ദിക്കുന്നതായ സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എത്ര ആളുകൾ അത്തരത്തിലുണ്ട്. അള്ളാഹു പരിപൂർണ ശിഫ നസീബാക്കട്ടെ. ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ പോഷകാഹാരക്കുറവ് കൊണ്ട് ശരീരത്തിലേക്ക് എല്ലുകൾ ഉന്തി പുറത്തു നിൽക്കുന്നതായ എത്രയോ പാവപ്പെട്ട സഹോദരങ്ങൾ. അവസാനം അവരുടെ വായിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാകുന്ന സംസം വെള്ളം ഒരല്പം ഉള്ളിലേക്ക് എത്തുമ്പോൾ തന്നെ രക്തക്കട്ട ഇങ്ങോട്ട് പരിപൂർണമായി 10-20 രക്തക്കട്ട ഛർദ്ദിക്കാൻ. ഒരല്പം വെള്ളം ഇറക്കിയാൽ മതി, അതിന്റെ ഇരട്ടി ഇങ്ങോട്ട് ഛർദ്ദിക്കും. അങ്ങനത്തെ ആളുകളുടെ മുമ്പാകെ പോയി നിൽക്കുമ്പോൾ അവരാവശ്യപ്പെടുന്നത്, ഉസ്താദേ 1 ലക്ഷം ഞാൻ ദീനിന് വേണ്ടി കൊടുക്കാൻ റെഡിയാണ്, എനിക്ക് ഈ ദുന്യാവിലേക്കൊന്ന് മടങ്ങിയാൽ മതി. അവരുടെ ആവശ്യം അതാണ്. ദുന്യാവിലേക്കൊന്ന് മടങ്ങിയാൽ മതി, ഒരു 10 ദിവസമെങ്കിലും താമസിക്കണം എന്നല്ല, കാലാകാലം ദുന്യാവിൽ താമസിക്കണം. എനിക്കൊരുപാട് സുഹൃതങ്ങൾ അനുഷ്ഠിക്കാനുണ്ട്, എൻ്റെ ജമാഅത്തുകൾ ഞാൻ ഒരുപാട് ഭംഗം വരുത്തിയിട്ടുണ്ട്, അതെനിക്കൊന്ന് കൃത്യത വെക്കണം. നെല്ലിക്കുന്ന പള്ളിയുടെ പരിസരത്തൂടെ ധാരാളം പ്രാവശ്യം സിഗരറ്റ് വലിച്ചുകൊണ്ട് നടന്നതായ ചെറുപ്പക്കാരനായിരിക്കാം. മാരകമാകുന്ന ക്യാൻസർ പിടിവിട്ടുകൊണ്ട് കടക്കയിൽ കിടക്കുമ്പോൾ അവർ ഉസ്താദിനോട് പറയുന്നു, മദനി ഉസ്താദേ, എനിക്ക് ദുനിയാവിലേക്കൊന്ന് മടങ്ങി വരണം, എനിക്ക് പള്ളിയിൽ വരണം, ജമാഅത്തായി നമസ്കരിക്കണം, ഉസ്താദിന്റെ പിന്നിലൊന്ന് എനിക്ക് ജുമഅക്കൊന്ന് കൂടണം, ആ ഖുതുബയിൽ പങ്കെടുക്കണം, ജമാഅത്തുകൾ എനിക്കൊന്ന് ശ്രദ്ധിക്കണം, വഅദിന്റെ സദസ്സുകൾ എനിക്കൊന്ന് പങ്കാളിയാകണം. എന്നാൽ ഈ പായം ചെന്നതാകുന്ന ഉപ്പ രക്തക്കട്ട ഛർദ്ദിക്കുന്നതായ സഹോദരന്റെ പ്രിയപ്പെട്ട മക്കൾ വന്നുകൊണ്ട് അതേ ഉസ്താദിനോട് പറയുന്നത്, ഉസ്താദ് ഒരു 10,000 രൂപ തരാം, വാപ്പ മാസങ്ങളായി വർഷങ്ങളായി സുഖമില്ലാതെ കിടക്കാൻ, ഈമാൻ സലാമത്തായി നല്ല ഒരു മരണം കിട്ടാൻ വേണ്ടി ദുആ ഇരക്കണം, അതിനുവേണ്ടി ഞങ്ങൾ സ്വതക്ക നൽകുക. മറ്റൊന്നും കൊണ്ടല്ല, വാപ്പയെ നോക്കിമെടുത്തിട്ടല്ല.
മറിച്ച് വാപ്പ മാസങ്ങളായി ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നും തന്നെ കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല, ശരീരത്തിലെ പോഷകാഹാരക്കുറവ് വളരെ കുറവാണ്. എല്ലുന്തി നിൽക്കുന്ന പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട ഉപ്പയുടെ കോലം കണ്ടുകിട്ട്, അദ്ദേഹത്തിൻ്റെതാകുന്ന ദുഃഖം കണ്ടിട്ട്, രക്തക്കട്ടകൾ ഛർദ്ദിക്കുന്നത് കണ്ടിട്ട് മക്കൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടൊരു ഹൈറായ മരണം വാപ്പാക്ക് കൊടുക്കണം, അതിനുവേണ്ടി ഉസ്താദ് ദ്വാരക്കണം, ഒരു 10,000 രൂപ ദീനിന് കൊടുക്കാമെന്ന് മക്കൾ പറയുമ്പോഴും ആ വാപ്പയുടെ ചാരത്തി എന്തെങ്കിലും ഉസ്താദ് എത്തിയാൽ വാപ്പ പറയുന്നത് 1,00,000 ഞാൻ തരാം, എനിക്കൊന്ന് ദുനിയാവിലേക്ക് മടങ്ങിയാൽ മതി. അങ്ങനെ മനസ്സിലാക്കണം, ഇതാണ് മനുഷ്യന് ദുനിയാവിനോടുള്ള പ്രേമമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഹുബ്ബുദ് ദുനിയ, ദുനിയാവിനോടുള്ള അടങ്ങാത്ത അധിനിവേശം. എല്ലാവരും ഇത് തന്നെയാണ്. ആരും തന്നെ മരണത്തെ കൊതിക്കുന്നില്ല. ആദം സന്തതികൾ മുഴുവനും വെറുക്കുന്നത് രണ്ട് കാര്യം, ഒന്ന് മരണം, മറ്റൊന്ന് സമ്പത്ത് കുറയലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടുന്ന് ഒരു പോക്കുണ്ട്, ഇതൊക്കെ ഇല്ലാതാകും, ഇവിടുന്നൊരു പോക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഖബറിലേക്ക്, അവിടെ നിന്ന് 4ാമത്തെ ഘട്ടമാകുന്ന ആലമുൽ ഹശ്ർ, മഹ്ശറയിലേക്ക്. 4ാമത്തെ ഘട്ടം മഹ്ശറയാണ്. 3 ഘട്ടങ്ങൾ നമ്മളിപ്പോൾ ഒന്ന് ഓട്ടപ്രദർശനം നടത്തി. 1 ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമാണ്. 2 ആലമുദ് ദുനിയ, ഇപ്പോൾ വസിക്കുന്ന ലോകമാണ്. 3ാമത്തത് ആലമുൽ ബർസഖ്, ഖബർ എന്ന ലോകമാണ്. 4ാമത്തതാണ് ആലമുൽ ഹശ്ർ, മഹ്ശറ എന്ന ലോകം. ഇതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇതുവരെ കേട്ടതല്ല, ഇനിയാണ് കേൾക്കേണ്ടത്. ആലമുൽ ഹശ്ർ, മഹ്ശറ എന്ന ലോകം ഭയങ്കരമാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 3ാമത്തെ ഊത്തോടുകൂടിയാണ് ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് ജനങ്ങളെ തെളിക്കപ്പെടുക. അല്ലേ? 3 ഊതലാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറുന്ന കാഹളത്തിലൂടെ നടത്തുക. 1 നഫ്ഖത്തുൽ ഫസ്അ്, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്ത്. 2ാമത്തത് നഫ്ഖത്തുൽ സഅഖ്, സർവരെയും മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്ത്. 3ാമത്തത് നഫ്ഖത്തുൽ ബഅസ്, മരിച്ചുപോയ ജനകോടികളെ മുഴുവനും ഖബറിൽ കിടക്കുന്നവരെ, ഈ ഭൂമിയുടെ ഉള്ളറകൾ വസിക്കുന്ന മുഴുവൻ കൗമനെയും പുറത്തേക്കെടുക്കാനുള്ള ഊത്ത്. നഫ്ഖത്തുൽ ബഅസ്, പുനർജീവനത്തിന്റെ ഊത്ത്. 3ാമത്തെ ഘട്ടം അതാണ്. ഈ 3ാമത്തെ ഊത്തിലൂടെയാണ് മഹ്ശറയിലേക്ക് ജനങ്ങൾ വരിക. വല്ലാത്തൊരു രംഗമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയതാകുന്ന സർവ്വജനകോടികളെയും മഹ്ശറയിലേക്ക് തെളിക്കാൻ വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ 3ാമത്തെ ഊത്തോതുകയാണ്. 1ാമത്തെ ഊത്തിലൂടെ സർവരെയും പേടിപ്പിച്ചതാകുന്ന ഇസ്രാഫീൽ, 2ാമത്തെ ഊത്തിലൂടെ സർവ്വകോടി ജനങ്ങളെയും മരിപ്പിച്ചതാകുന്ന ഇസ്രാഫീൽ, 3ാമത്തെ ഊത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ജനകോടികളെ മുഴുവനും മഹ്ശറയിലേക്ക് തെളിച്ചുകൊണ്ട് പോയാണ്. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن. ഖബറിൽ നിൽക്കുന്ന ഓരോ ആളുകളും ചോദിക്കുകയാണ് ആരാണ് മനോഹരമായ ഈ ഉറക്കിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിക്കളഞ്ഞത്? ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നല്ലോ, ഇതിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഭീകരമായ ഊത്തിലൂടെ ജനങ്ങളെ ചോദിക്കുകയാണ്, മറുപടി കൊടുക്കുകയാണ്. ഹാദാ മാ വഅദ റഹ്മാൻ
റഹ്മാനായ പടച്ചറബ് വാഗ്ദാനം ചെയ്തതായ സുദിനമാണ്. ജീവിതത്തിൽ സുകൃതം അനുഷ്ഠിച്ചവരെ നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ദിവസമാണ്. ജീവിതത്തിൽ തിന്മകൾ ചെയ്തവരെ അതിന്റെയും പ്രതിഫലം നൽകുന്ന സുദിനമാണ്. വസദഖൽ മുർസലൂൻ 1,24,000 അംബിയാ മുർസലീങ്ങൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു തന്നതും ഈ ഒരു ജീവിതത്തെ പറ്റിയാണ്, ഈ ഒരു ഘട്ടത്തെ പറ്റിയാണ്. ജീവിതത്തിലെ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ആലമദ്ദുനിയായിൽ സുകൃതം ചെയ്തവരെ നിങ്ങൾക്കിതാ മഹ്ശറയിലേക്ക് വരാം. മർഹബയാണ്, സ്വാഗതമാ. ജീവിതത്തിൽ സുകൃതം അനുഷ്ഠിക്കാതെ രണ്ടാം ഘട്ട ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് രസിച്ച് കവിഞ്ഞുകൂടിയവരെ വിനാശമാണ്, ദുഃഖമാണ്. എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടുകയാണ്. യഹ്ശുറുന്നാസു ഹുഫാതൻ ഉറാതൻ ഉറലാ. നഗ്നപാതകരായി ശരീരത്തിൽ നൂലിന പോലും വസ്ത്രമില്ലാതെ മഹ്ശറയിലേക്ക് ജനകോടികൾ കടന്നു വരുകയാണ്. അതത് പ്രവാചകന്മാരുടെ പിന്നിലായി ഓരോ സമുദായവും കടന്നു വരുകയാണ്. വൽമലായികതു സഫൻ സഫാ വജാഅ റബ്ബുക വൽമലകു സഫൻ സഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുയോജ്യമായ നിലയ്ക്ക് കടന്നു വരികയും അവനോടൊപ്പം കോടാനു മലക്കുകൾ സഫായി കൊണ്ട് അണിനിരയായി കടന്നു വരുന്നതായ രംഗമാണ്. എല്ലാ സൃഷ്ടിജാലങ്ങളും മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണേ സഹോദരാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രംഗമോർത്തുകൊണ്ട് പലപ്പോഴായി കരഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ ഖാരിആയ ഇബ്നു മസ്ഊദിനോട് ഖുർആൻ ഓതാ പറയുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ തങ്ങൾക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, തങ്ങളല്ലേ ഓതേണ്ടത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാനല്ലാത്ത മറ്റൊരാൾ നിന്ന് ഈ പരിശുദ്ധമായ കലാമിനെ ഓതി കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു സഹാബ, അതുകൊണ്ട് ഓതൂ സഹാബ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുകയാണ്. മനോഹരമായ ഓത്തിന്റെ ഉടമയാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസാ പാരായണം ചെയ്യുകയാണ്. 41ാമത്തെ വചനം എത്തുകയാണ്. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓരോ പ്രവാചകന്മാരും അതത് സമുദായക്കാരുമായി മഹ്ശറിലേക്ക് കടന്നു വരികയാണ്. അവർ സാക്ഷികളായി നിലകൊള്ളുകയാണ്. നബിയെ തങ്ങളുടെ സമുദായത്തിന് സാക്ഷികളായി തങ്ങൾ നാളെ മഹ്ശറിലേക്ക് വരുന്ന രംഗം ഒന്ന് ചിന്തിക്കണേ എന്ന് അർത്ഥം വരുന്ന 41ാമത്തെ വചനം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുമ്പോ അല്ലാഹുവിന്റെ റസൂലിലേക്കൊന്ന് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയുകയാണ്. അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് മഹ്ശറിലെ ഭീകരത ഓർത്തുകൊണ്ട് റസൂലുള്ളാഹി കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, ശിബ്ത യാ റസൂലല്ലാഹ്, നബിയേ തലയിലെ രോമങ്ങൾ ഇതാ നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ റസൂലേ. 17 രോമങ്ങൾ റസൂലുള്ളാഹിയുടെ തലയിലെ മുടികൾ നരച്ചിരുന്നു എന്ന് ബഹുമാനപ്പെട്ടതായ ഉലമാ രേഖപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലുടനെ പറയുകയാണ്, ശയ്യബതനി ഹൂദൻ വഖവാതുഹാ. പരിശുദ്ധമായ ഖുർആനിലെ ഹൂദ് എന്ന സൂറത്തിലെ ഹൂദ് എന്ന സൂക്തത്തിലേതാകുന്ന ഒരു ആയത്ത് നബിയെ തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നിലകൊള്ളണേ എന്ന അർത്ഥം വരുന്ന ആയത്തും ലോകാവസാനത്തിന്റെ ഭീകരതകൾ വിവരിക്കുന്ന ആയത്തിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചിട്ട് എന്റെ മുടികൾ നിരക്കാൻ കാരണമെന്ന് ഹബീബായ റസൂലുള്ളാഹി. കാരണം വല്ലാത്ത ഭീകരതയാണ്. എല്ലാ സൃഷ്ടിജാലങ്ങളും മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ജിബ്രീലിനോട് പറയുകയാണ്, ജിബ്രീലേ
ജിബ്രീലേ, നീ പോകണേ പോകണേ, നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക്കിനോട് പറയണേ, നരകവുമായി കടന്നു വരാ പറയണേ. നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി പറയും, നരകവുമായി വരാൻ പറയും. നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി പറയണേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിടുക. ശ്രദ്ധിക്ക്, കുറഞ്ഞ സമയം, ഒരു 15 മിനിറ്റ് കൂടി നല്ലതുപോലെ ശ്രദ്ധിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം നേരെ ചെല്ലുകയാണ് നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാമിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. മാലിക് അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് ചെല്ലും. യാ മാലികോ ഖദ അമറ റബ്ബുക അൻ തഹ്ദുറ ബിജഹന്നമ. അല്ലയോ മാലിക്കേ, നരകത്തെ കാക്കുന്ന മലക്കേ, നരകവുമായി മഹ്ശറിലേക്ക് വരാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്, അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്. നരകവുമായി എത്രയും പെട്ടെന്ന് മഹ്ശറിൽ വാ. മാലിക് അലൈഹിസ്സലാം ഉടനെ ചോദിക്കും അത്രേ, അയ്യു യൗമിൻ ഹാദാ യാ ജിബ്രീൽ, ഇതേതാ ദിവസം, ഇതേതാണ് ദിവസം? ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഹാദാ യൗമുൽ ഖിയാമ യൗമുൽ ഹസ്റതി വന്നദാമ, ഇതാണ് ദുഃഖത്തിന്റെയും വിരഹത്തിന്റെയും നാൾ. ഈ ദുന്യാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ കളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയതാകുന്ന ആളുകൾക്ക് അവർക്ക് വിനാശത്തിന്റെയും ദുഃഖത്തിന്റെയും ആകുന്ന ദിവസമാണിത്. നന്മ തിന്മകൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ദിവസമാണ്. ഹാദാ യൗമുൽ ഖിയാമ യൗമുൽ ഹസ്റതി വന്നദാമ. വീണ്ടും ചോദിക്കും മാലിക് അലൈഹിസ്സലാം, അഹ്ളറല്ലാഹുൽ ഖലായിക കുല്ലിഹിം, എല്ലാ സൃഷ്ടികളും വന്നിട്ടുണ്ടോ ജിബ്രീലെ? എല്ലാവരും എത്തിയിട്ടുണ്ടോ? എല്ലാവരും വന്നാലേ അങ്ങോട്ട് നരകവുമായി വരാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ളൂ. എല്ലാവരും എത്തിയിട്ടുണ്ടോ? ഫയഖൂലു, വീണ്ടും പറയും അത്രേ, നഅം വഹും വാഖിഫൂന ബൈന യദയിൽ ജബ്ബാർ, എല്ലാവരും വന്നിട്ടുണ്ട്, അവരെല്ലാവരും അള്ളാഹുവിന്റെ തിരുഹളറത്തിലുണ്ട്, പടച്ചറബിന്റെ ഹളറത്തിലുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വീണ്ടും മാലിക് അലൈഹിസ്സലാം ചോദിക്കും അത്രേ, ഐന മുഹമ്മദുൻ വദുർരിയതുഹു, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഉമ്മത്തും എവിടെയാണ്, എവിടെയാണ്, എവിടെയാണ്? എല്ലാ സൃഷ്ടികളും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും അവരെല്ലാവരും ഉണ്ട് എന്ന് മറുപടി കൊടുക്കുകയും ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും എടുത്തു ചോദിക്കും, ഐന മുഹമ്മദുൻ വദുർരിയതുഹു, നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുമെന്നാണ്. നാളെ നടക്കാനിരിക്കുന്ന സംഭാഷണങ്ങളാണ്, വരാനിരിക്കുന്ന സംഭവവികാസങ്ങൾ നബിതങ്ങൾ നേരത്തെ പറയുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയും, നഅം വഹും വാഖിഫൂൻ, അവരും അല്ലാഹുവിന്റെ മുന്നിലുണ്ട്. മാലിക് അലൈഹിസ്സലാം വീണ്ടും ആശങ്ക അറിയിക്കുകയാണ്, ചോദിക്കുമത്രേ, കൈഫ യസ്തതിഊൻ ഇദാ ഖറബതു ഇലൈഹിം നാറ ജഹന്നമ, എങ്ങനെയാണ് ജിബ്രീലേ അവർക്ക് സഹിക്കാൻ പറ്റുക? ഈ നരകവുമായി ഞാൻ മഹ്ശറിലേക്ക് കടന്നു വന്നാൽ ഇതിന്റെ ചൂട് അവർക്ക് താങ്ങാൻ പറ്റുമോ ജിബ്രീലേ? ഇതിന്റെ ചൂട് അവർക്ക് സഹിക്കാൻ പറ്റുമോ? വഹുമൽ ദുഅഫാഉൽ മുദ്നിബൂൻ, അവർ പാപികളല്ലയോ, അവർ ബലഹീനല്ലയോ, അവർ ബലക്ഷയമുള്ളതായ ആളുകളല്ലയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികളാകുന്ന ജനകോടികൾ സമുദായക്കാരിലേക്ക് ചേർത്ത് നോക്കിയിട്ട് തീർത്തും ബലഹീനരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ആശങ്കയാണ് മാലിക് അലൈഹിസ്സലാമിന്, നരകത്തെ കാക്കുന്ന മലക്കിന്. അദ്ദേഹം ചോദിക്കുമത്രേ, കൈഫ യസ്തതിഊൻ ഇദാ ഖറബതു ഇലൈഹിം നാറ ജഹന്നം, ഈ കത്തിച്ചിരിക്കുന്ന നരകവുമായി ഞാൻ മഹ്ശറിലേക്ക് അടുത്തു നിന്നാൽ എങ്ങനെ മുത്തുനബിയുടെ ഉമ്മത്ത് അതിനെ സഹിക്കും? വഹുമുൽ ദുഅഫാഉൽ മുദ്നിബൂൻ, അവർ ദോഷികളും ബലഹീനരുമൻ, എങ്ങനെ സഹിക്കും? ഫയസ്കുതു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം മിണ്ടാതിരിക്കും, അതിന് മറുപടിയില്ല. കാരണം ജിബ്രീൽ അലൈഹിസ്സലാമിനെ അറിയാം പ്രശ്നമാണെന്ന്. മുൻഗാമികൾക്ക് കൊടുത്ത ആരോഗ്യം പോലെ ഒന്നും ഒരു ആരോഗ്യം നമുക്കില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്
التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد. ആദ് ഗോത്രത്തിനെ പറ്റി അറിയില്ലയോ റസൂലേ? ഇറം ദേശക്കാരാണവർ, വല്ലാത്ത നീളമുള്ള പൊക്കമുള്ള സമൂഹമാണവർ. അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അതുപോലെയുള്ള ഒരു സൃഷ്ടിയെ, അതുപോലെയുള്ള ഒരു പടപ്പിനെ ഈ ലോകത്ത് നാം പടച്ചിട്ടേ ഇല്ല. അത്ര അജാനബാഹുക്കളാണ് അവർ, അത്ര പൊക്കമുള്ള ആരോഗ്യ ദൃഢഗാത്രർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. وثمود الذين جابوا الصخر بالواد. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായമാകുന്ന സമൂദ് ഗോത്രക്കാരെ പറ്റി പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. വസമൂദല്ലദീന ജാബുസ്സഖറ ബിൽവാദ്. പർവ്വതങ്ങൾ സ്വന്തം കൈകൊണ്ട് തുരന്നതായ സമൂദ് ഗോത്രക്കാർ അവർ വലിയ ആരോഗ്യമുള്ളവരാണ്, ആരോഗ്യതായ ദൃഢഗാത്രരായ വ്യക്തികളാണ്. ഭയങ്കര ആരോഗ്യമുള്ള സമൂഹം, ഭയങ്കര ആരോഗ്യം. സാധാരണക്കാരല്ല, നല്ല പൊക്കമുള്ള അജാനബാഹുക്കൾ ആദ് ഗോത്രക്കാർ. പർവ്വതങ്ങളൊക്കെ സ്വന്തം കൈകൊണ്ട് തുരക്കുന്നതായ ആ കൗമൊന്നും ചിന്തിച്ചു നോക്ക്, എത്ര ആരോഗ്യമുള്ള ആളുകളാണ്. എന്നിട്ട് അതിനുള്ളിൽ കിടന്നാണ് ഉറങ്ങുന്നത് തന്നെ, താമസിക്കുന്നത് അതിനുള്ളിൽ. അവരുടെയൊക്കെ ആരോഗ്യം എത്രയാണ്! അത്ര വലിയതാകുന്ന കൗമൊക്കെ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിലേക്കൊക്കെ ചേർത്ത് നോക്കിയിട്ട് മുത്തുനബിയുടെ ഉമ്മത്താകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീരെ ആശുക്കളാണ്, ഒന്നുമല്ല, തീരെ വളരെ ചെറിയ കൗമാണ്. നമ്മുടെ ഇടയിലോട്ട് ഈ നരകം കടന്നു വന്നാൽ എന്താകും സ്ഥിതി എന്നുള്ള ആവലാതിയാണ് നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട്. ഫയസ്കുതു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അതിന് മറുപടി നൽകാതെ മിണ്ടാതിരിക്കും. കാരണം നരകത്തിന്റെ നല്ലതുപോലെ ഭീകരത അവർക്കറിയാം. നരകം ചെറുതല്ല. എന്താണ് നരകം? വളരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, നല്ലതുപോലെയൊന്ന് ശ്രദ്ധയൊന്ന് ചൊലുത്തണേ സഹോദരാ. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഊഖിദൻ നാർ വൽ ഫസനാ ഹത്താ ഹമറത് ثم أوقد الفسنا حتى بيضت ثم أوقد الفسنا حتى سودت وهي سوداء مظلمة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, أوقد النار ألف سنة. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ 1000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിച്ചുവത്രേ. ഹത്ത ഹമറത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സാബ. ثم أوقد ألف سنة, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കുകയാണ്. ഹത്ത ബിയല്ലത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു പോയി സാബ. ثم أوقد ألف سنة, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. ഹത്ത സുവദ്ദത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബ. 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകം, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയിട്ട് വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് 2000 കൊല്ലം നിരന്തരമായി രാവും പകലും കത്തിച്ച് അതിന്റെ നിറം വല്ലാതെ വെളുപ്പാക്കി മാറ്റി വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു കത്തിക്കാൻ ഓർഡറുകയാണ്. 3000 വർഷം രാവും പകലും നിരന്തരമായി കത്തിച്ചതിന് ശേഷം ഹത്ത സവദത്, നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബ. വഹിയ സൗദാഉൻ മുദ്ലിമാ, വല്ലാതെ കറുകറുത്ത കൗകമാണ്, കറുകറുത്തതായ രംഗമാണ്. ആര് കണ്ടാലും ഭയക്കുന്നതായ കോലമാണ് സാബ. തീർന്നില്ല, തീർന്നില്ല. അറളുഹാ മിൻ റസാ
നരകത്തിന്റെ താഴ്ഭാഗത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തിന്റെ താഴ്ഭാഗം ഈയമാണ്, ഈയമാണ്. വസഖഫഹാ മിൻ നുഹാസ്, നരകത്തിൻ്റെതാകുന്ന മുകൾ ഭാഗം കോൺക്രീറ്റ് അല്ല, കോൺക്രീറ്റ് അല്ല, നരകത്തിന്റെ മുകൾ ഭാഗം ചെമ്പിനാലാണ്, ചെമ്പിനാലാണ്. താഴ്ഭാഗം ഈയത്തിനാലാണ്, ചൂട് വന്നാൽ പ്രയാസമാണ്. മുകൾ ഭാഗം ചെമ്പാണ്. ഒരു ചെമ്പിന്റെ പാത്രം, അതിലേക്ക് നല്ലതുപോലെ ചൂട് പിടിപ്പിക്കപ്പെട്ടാൽ ആ ചൂട് എത്ര കാലമാണ്, എത്ര മണിക്കൂറാണ് നിലനിൽക്കുക? 3000 വർഷം നിരന്തരമായി രാവും പകലും കത്തിക്കപ്പെട്ടതായ നരകം. ആ നരകത്തിന്റെ താഴ്ഭാഗം ഈയമാണ്, അതിന്റെ മുകൾ ഭാഗം ചെമ്പാണ്. സാബ തീർന്നില്ല, തീർന്നില്ല. വഹീതാനുഹാ മിൻ കിബ്രീത്, നരകത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്, ഗന്ധകമാണ്, പുകപടലമാണ്. ആര് കണ്ടാൽ പേടിക്കുന്ന കോലമാണ്. വല്ലാതെ കറുകറുത്ത് ചൂടുള്ളതായ നരകമാണ്, വല്ലാത്ത ഭയാനകമായ ലോകമാണ്. ആ നരകത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിട്ടുകൊണ്ട് നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം ആ നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുന്നത്. നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം ആശങ്ക അറിയിക്കുകയാണ്, ഈ നരകവുമായി നാം മഹ്ശറിലേക്ക് കടന്നു വന്നാൽ എങ്ങനെയാണ് മുത്തുനബിയുടെ ഉമ്മത്തിനെ സഹിക്കുക? വഹുമുൽ ദുഅഫാഉൽ മുദ്നിബൂൻ, അവർ ദോഷികളാണ്, അവർ ബലഹീനരാണ്, അവർ പാവപ്പെട്ടതാകുന്ന ജനകോടികളാണ്. അവസാനം നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം നരകത്തിന്റെ ചാരത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് നരകത്തെ വിളിക്കുകയാണ്, വിളിക്കുകയാണ്. യാ നാറു ഖൂമി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം നരകത്തിന്റെ ചാരത്ത് നിന്നുകൊണ്ട് നരകത്തെ വിളിക്കുകയാണ്. അല്ലയോ നരകമേ, നരകമേ, മഹ്ശറിലേക്ക് നീ വരണേ, നീ ഒന്ന് എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. ഫയഖൂമു അലാ അർബഅത്തി ഖവായിമാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, 4 കാലുകളുടെ മേൽ നരകമങ്ങ് എഴുന്നേറ്റ് നിൽക്കുമത്രേ. ഇരുകാലികളാകുന്ന മനുഷ്യരില്ലയോ? ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരില്ലയോ? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിലകൊണ്ട ചെറുപ്പക്കാരില്ലയോ? അവർക്ക് വിലങ്ങതടിയായി 4 കാലുകളുള്ള നരകത്തെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. വലഹാ അർബഅതു ഖവായിമാ, നരകത്തിന് 4 കാലുകളുണ്ട് സഹാബ. വഹിയ ഫിൽ മഹല്ലില്ലദീ ഖലഖഹല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ചത് എവിടെയാണോ ആ സ്ഥലത്ത് തന്നെ നിലനിൽക്കുകയാണ്. ഇന്ന് വരെ അനങ്ങിയിട്ടില്ല, ഇന്ന് വരെ പതറിയിട്ടില്ല, ചിതറിയിട്ടില്ല. ആ സ്ഥലത്ത് തന്നെ എഴുന്നേറ്റങ്ങ് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹ്ശറിൽ നിൽക്കുന്ന ജനകോടികൾ മുഴുവനും നരകത്തെ ദൂരെ അതാ കാണുകയാണ്. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫി ആം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, നരകത്തിന്റെ ഒരു കാലിൽ നിന്ന് രണ്ടാമത്തെ കാലിലേക്കുള്ള വഴി ദൂരം 1000 വർഷമാണ്, 1000 വർഷമാണ്. ആ നരകത്തിന്റെ നീളത്തെ പറ്റി, അതിന്റെ വ്യാസത്തെ പറ്റി റസൂലുള്ള പഠിപ്പിക്കുകയാണ്. ഒന്ന് ചിന്തിക്കണേ സഹോദര, ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ, ഈ ദുനിയാവിൽ നോമ്പ് പിടിക്കാതെ, ഈ ദുനിയാവിൽ സുഹൃതങ്ങൾ അനുഷ്ഠിക്കാതെ, ഈ ദുനിയാവിൽ പാപങ്ങളുടെ കണ്ണീരപ്പാതെ, ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മഹിമ തിരിച്ചറിയാതെ, അവരെ കുറിച്ച് മോശത്തരം പറഞ്ഞുകൊണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും വാൾ പോസ്റ്റും ഒക്കെ എഴുതിക്കൊണ്ട് നടക്കുന്നതായ സഹോദരങ്ങളില്ലയോ, സഹോദരിമാരില്ലയോ? പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന്റെ
അലങ്കോലം റസൂലുള്ള പറയുകയാണ്. 3000 വർഷം നിരന്തരമായി രാവും പകലും കത്തിച്ചിട്ട് കറുകറുത്തതാകുന്ന നരകം, ആ നരകത്തിന് 4 കാലുകളുണ്ടത്രേ. ഒരു കാലിനടുത്ത കാലിലേക്കുള്ള വഴിദൂരം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതിശീഘ്രമാകുന്ന ഒരു കുതിര എടുത്തുകൊണ്ട് ഒരു കാലിൽ അടുത്ത കാലിലേക്ക് നീ യാത്ര ചെയ്താൽ 1000 വർഷം കഴിയുമത്രേ. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫി ആം. 1000 വർഷം വഴിദൂരമാണ്, വഴിദൂരമാണ്. നീ ചിന്തിക്കുന്നത് പോലെയായി നരകത്തെ നീ കാണരുതേ. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത്, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന അനന്തോടി നക്ഷത്ര താരകങ്ങൾ, ആകാശത്ത് മനുഷ്യന് പകൽ വെളിച്ചം തരുന്ന സൂര്യൻ, രാത്രിയിൽ പ്രഭ തരുന്നതാകുന്ന ചന്ദ്രൻ, ആ ചന്ദ്രനും സൂര്യനുമെല്ലാം ഈ നരകത്തിനുള്ളിലേക്ക് വന്നുകൊണ്ട് അടങ്ങുന്നതാണ്, നരകത്തിനുള്ളിൽ പ്രവേശിക്കുന്നതാണ്. നീ ഒന്ന് ചിന്തിക്കണേ. സൂര്യൻ്റെതാകുന്ന വലിപ്പത്തെ പറ്റി ശാസ്ത്രലോകം പറയുകയാണ്, ആകാശത്ത് മിന്നിത്തിളങ്ങുന്നതാകുന്ന 16,15,15,000 കിലോമീറ്റർ അകലുന്നുകൊണ്ട് തീരുപ്പുന്ന സൂര്യൻ ഈ ഭൂമിയേക്കാൾ 15 ലക്ഷത്തോളം വലിപ്പമുള്ളതാണ്, വലിപ്പമുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി 15 ലക്ഷത്തോളം വലിപ്പമുള്ളതാണ്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്നതായ സൂര്യനെങ്കിൽ ആ സൂര്യനെ ഉൾക്കൊള്ളാനും ചന്ദ്രനെ ഉൾക്കൊള്ളാനും വ്യാസമുള്ളതാണ് നരകമെന്നുള്ളതെന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രമാത്രം നീളമാണ്, എത്രമാത്രം വ്യാസമാണ്, എത്രമാത്രം പരപ്പാണ്. നഊദു ബില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ നരകത്തെ അങ്ങ് എഴുന്നേൽക്കുമ്പോൾ തന്നെ തഫൂറു ജഹന്നമ, നരകമങ്ങ് തിളച്ചു മറിയുകയാണ്. വല്ലാത്തൊരു സന്തോഷത്താൽ സൃഷ്ടിച്ചിട്ട് ഇന്നുവരെ വിളി കേൾക്കാതെ നിലകൊള്ളുകയല്ലയോ. വഹിയ ഫിൽ മഹല്ലില്ലദീ ഖലഖഹല്ലാഹ്, അല്ലാഹ് സൃഷ്ടിച്ച സ്ഥലത്ത് തന്നെ നിലകൊണ്ടതാകുന്നതായ നരകം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ തഫൂറു ജഹന്നം, ജഹന്നം എന്ന നരകം അങ്ങ് തിളച്ചു മറിയുകയാണ്. വല്ലാത്ത രംഗമാണ് സാബാ. 30,000 തലകളാണ് നരകത്തിനുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഓരോ തലകളിലും 30,000 വായകളാണ്, 2 ചുണ്ടുകളാണ്. മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകളാണ്. തീർന്നില്ല, തീർന്നില്ല. വലഹാ 70,000 സിമാം, 70,000 കടിഞ്ഞാണുകളാണ് നരകത്തിന് അല്ലാഹു നൽകിയിട്ടുള്ളത്. വമഅ കുല്ലി സിമാമിൻ 70,000 മലായിക, ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകളാണ്, മലക്കുകളാണ്. 70,000 കടിഞ്ഞാളുകളുണ്ട്. ഓരോ കടിഞ്ഞാണിന്മേലും 70,000 മലക്കുകളുണ്ട്. അഥവാ ചരിത്രം രേഖപ്പെടുത്തുന്നു 490 കോടിയോളം മലക്കുകളാണ് നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയിട്ടുള്ളത്. അലൈഹാ മലായിക ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, അതിശക്തരായ മലക്കുകളാണ്, പരിപരുത്ത ഹൃദയത്തിൻ്റെതായ മലക്കുകളാണ്. അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ശിരസാവഹിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നതായ ഒരു കൂട്ടം മലക്കുകളാണ്. അല്ലാഹ് ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തൃണവൽഗണിക്കുകയും ചെയ്യുന്ന മലക്കുകളാണ്. 490 കോടിയോളം വരുന്ന മലക്കുകൾ. ഏത് 70,000 കടിഞ്ഞാണുകളിൽ ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകൾ വീതം, അഥവാ 490 കോടിയോളം മലക്കുകളാണ് നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയിരിക്കുന്നത്. ആ നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയതാകുന്ന മലക്കുകൾ മുഴുവൻ ആളുകളും ആ നരകത്തിന്റെ കടിഞ്ഞാണുകൾ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه
أحد ولا يوثق وثاقه أحد ولا يوثق وثاقه أحد. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗം വിശദീകരിക്കുകയാണ്. 490 കോടിയോളം വരുന്നതായ മലക്കുകൾ ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാമിന്റെ അകമ്പടിയോടുകൂടി നരകത്തെ മഹ്ശറിലേക്ക് വലിച്ചു കൊണ്ടുവരുകയാണ്. 4 കാലുള്ള നരകം, 30,000 തലകളുള്ള നരകം, ഓരോ തലകളിലും 30,000 വായുകളുള്ള നരകം, 2 ചുണ്ടുകളുള്ള നരകം, മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിക്കപ്പെട്ടതായ നരകം, 70,000 കടിഞ്ഞാനുള്ള നരകം, 70,000 കടിഞ്ഞാണിലെ ഓരോ കടിഞ്ഞാണിന്മേലും 70,000 മലക്കുകൾ വീതമുള്ള നരകം. ആ നരകത്തെ ഇതാ മലക്കുകൾ വലിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. വല്ലാത്ത രംഗമാണ്. സാബാ തർമീ ബിശറരിൻ കൽ ഖസർ കഅന്നഹു ജിമാലതു സുഫർ. കൊട്ടാര സമാനമായുള്ള തീപ്പൊരികൾ ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുകയാണ്. മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങൾ കുതിച്ച് ചാടുന്നത് പോലെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് തീപ്പൊരികൾ കടന്നു വരുന്ന പോലെ ജനങ്ങൾക്ക് തോന്നുകയാണ്. അല്ല, തോന്നലല്ല, അതൊരു തോന്നലല്ല, വ്യക്തമായി ജനങ്ങൾ കാണുകയാണ്. വല്ലാത്ത രംഗമാണ്. സഹബ ജനങ്ങൾ മുഴുവനും ഭയവിഹ്വലരായി ഓടി മാറുകയാണ്. 490 കോടിയോളം വരുന്നതായ മലായിക്കത്തുകൾ പിടിച്ചുകൊണ്ട് നരകത്തെ കൊണ്ടുവരുകയാണ്, മഹ്ശറിലേക്ക് തെളിച്ചുകൊണ്ട് വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ ആ കോടാനു കോടി മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമങ്ങ് വഴുതി മാറിപ്പോകുമത്രേ. അവരുടെ കൈകളിൽ പിടിച്ചാൽ കിട്ടുന്നില്ല. അതിശക്തരെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയതാകുന്ന മലക്കുകൾ ആ മലക്കുകളുടെ കയ്യിൽ നിൽക്കാതെ ഇതാ നരകം മഹ്ശറിലേക്ക് കപ്പിത്താനില്ലാത്ത കപ്പൽ കടലിൽ കിടന്നുകൊണ്ട് ആടി ഉലയുന്നത് പോലെ മഹ്ശറിലേക്ക് വല്ലാത്തൊരു ഇരമ്പലോടുകൂടി വല്ലാത്തൊരു ശബ്ദത്തോടുകൂടി കടന്നു വരുകയാണ്. വലഹാ സഫീർ വശഹീഖ്. വല്ലാത്തൊരു ഇരമ്പലാണ്, വല്ലാത്തൊരു ശബ്ദ കോലാഹലമാണ്. സാബാ അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ജനങ്ങൾ മുഴുവനും അന്ന് കാണുന്നത് തറാ കുല്ല ഉമ്മത്തിന് ജാസിയ. ജനങ്ങളെ മുഴുവനെ കാണാൻ സാധിക്കും. മുട്ടിൽ കെട്ടിക്കൊണ്ട് ഭയവിഹ്വലരായി പേടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. എന്താകുമെന്ന് കരുതുന്നില്ല. ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിക്കാത്തവനാണ്, ജീവിതത്തിൽ നന്മകൾ ചെയ്യാത്തവനാണ്, ജീവിതത്തിൽ പാവങ്ങളുടെ കണ്ണീരപ്പാത്തവനാണ്, ജീവിതത്തിൽ സിനിമകൾ കണ്ട് കണ്ണുകളെ മലീമസപ്പെടുത്തിയതായ വ്യക്തിയാണ്. ഒരുപാട് വാദങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ വാദങ്ങൾ കേട്ടുകൊണ്ട് മറുകാതിലൂടെ കടത്തിവിട്ടതായ സഹോദരിയാണ്. സ്വന്തം ഭർത്താവ് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് തനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി ഭാഷണം നടത്തിയതായ സഹോദരിയാണ്. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ള സഹോദരിമാരുമായി ചങ്ങാത്തം പുൽകിയതായ സഹോദരനാണ്. എല്ലാവരും മഹ്ശറിൽ നിന്നുകൊണ്ട് വിറങ്ങലിക്കുന്നതായ ഘട്ടത്തിൽ ഇതാ നരകം മലക്കുകളുടെ കയ്യിൽ നിന്ന് വഴുതി മാറി മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. അല്ലാതെ അടിയുലഞ്ഞ അവസാനം ഈ ലോകത്തിന് തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ചറപ്പിന്റെ മുന്നിൽ വന്നുകൊണ്ട് നരകം സുജൂദ് ചെയ്യുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകം അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കടന്നുകൊണ്ട് പറയുകയാണ്, ഖല്ലി ബൈനി വ ബൈന അസ്വാജി. അല്ലാഹുവേ പടച്ചറപ്പേ, എനിക്കും എന്റെ ഇണകൾക്കിടയിൽ വന്ന് ചേർത്തി തരണേ അല്ലാ, എനിക്കെന്റെ ഇണയെ നൽകണേ അല്ലാ, ഞാൻ എന്റെ ഇണയെ ചോദിക്കുന്നു അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ചോദിക്കുകയാണ്, വമൻ അസ്വാജുകി യാ നാർ. ആരാണ് നരകമേ നിന്റെ ഇണകൾ? ഒന്ന് പറയണേ. ആരാണ് നിന്റെ ഇണകൾ? ഒന്ന് പറയണേ.
നരകമുടനെ അല്ലാഹുവിനോട് പറയുമത്രേ, കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ, ഈ ദുനിയാവിൽ ധിക്കാരികളായി കഴിഞ്ഞതായ സമൂഹമില്ലയോ? സമ്പത്തിന്റെ പളപളപ്പിൽ വിരാജിച്ചതായ ആളുകളില്ലയോ? സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടതാകുന്ന മക്കളില്ലയോ? മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞതായ രക്ഷിതാക്കളില്ലയോ? സ്വന്തം സഹോദരങ്ങളെ സമ്പത്തിന് വേണ്ടി അറുകുല നടത്തിയതായ സഹോദരിമാരില്ലയോ? 2 വയസ്സുള്ള അൽഫൈൻ എന്ന പൊന്നുമോല് പോലും സൈനൈഡ് കൊടുത്തുകൊണ്ട്, ബ്രെഡിൽ സൈനൈഡ് കൊടുത്തുകൊണ്ട് കൊന്നുകളഞ്ഞതായ ജോളി എന്ന സഹോദരി അടക്കം സമ്പത്തിന് വേണ്ടി ദുനിയാവിൽ ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടി പാവങ്ങളെ കൊന്നൊടുക്കിയതായ ആളുകളില്ലയോ? സ്വന്തം ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, കുടുംബാദികളെ, അയൽവാസികളെ, നാട്ടുകാരെ, ബന്ധുക്കളെ പലരെയും കൊന്നു കളഞ്ഞുകൊണ്ട് ദുനിയാവിന് പിറകെ, ഈ ദുനിയാവ് എന്നെന്നും ശാശ്വതമാണെന്ന കണക്കിൽ ജീവിച്ചു തീർത്ത ആളുകളില്ലയോ? നമസ്കരിക്കാത്തവരില്ലയോ? നോമ്പ് പിടിക്കാത്തവരില്ലയോ? അഹങ്കരിച്ചുകൊണ്ട് നടന്നതായ ആളുകളില്ലയോ? അവരാണ് എന്നെ ഇണകളല്ല, അവരെ എനിക്ക് വേണം അല്ലാ, അവരെ എനിക്ക് വേണം അല്ലാ. ഖല്ലി ബൈനി വബൈന അസ്വാജി, അവരെ എനിക്ക് താ അല്ലാ എന്ന് പടച്ച റബ്ബിനോട് നരകം കടന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അല്ലാ പറയും, ഇവൻ ആവശ്യപ്പെടുന്നവരെ കൊണ്ടുവാ, അവന്റെ വയറ് നിറച്ചു കൊടുക്കും. മഹ്ശർ അവിടെ നിന്നാണ് ആരംഭിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മഹ്ശറയുടെ ഭീകരത, മഹ്ശറയുടെ തുടക്ക ഘട്ടമാണ് ഈ പറയുന്നത്. നരകം കൂടി വരാതെ 4ാമത്തെ ഘട്ടം തുടങ്ങൂല എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ ആ വരവ്, നരകത്തിന്റെ രംഗം ചെറുതല്ല. ഞാൻ വളരെ ചുരുക്കി വിവരിച്ചതാണ്. ചുരുക്കി പറഞ്ഞ നരകം ഒരുപാടുണ്ട് പറയാൻ. നരകത്തെക്കുറിച്ച് പറഞ്ഞത് കത്തിയാളുന്ന നരകം, നരകം പറയാൻ ബാക്കി വെച്ചത് നിങ്ങൾക്ക് പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരുപാടുണ്ട് വിശാലമായിട്ട്. ഇനിയിപ്പോൾ ഈ ജീവിത ഘട്ടങ്ങൾ പറഞ്ഞ് അതിലൂടെ അങ്ങ് കൊണ്ടുവന്നെന്ന് മാത്രം. കാരണം നമ്മളൊരു വാഴ് കേട്ടിട്ട് പോകുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം, അതിനുവേണ്ടി പറഞ്ഞതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗ അന്ന ഹിസാമ ഇബ്റത്തിൻ ഫുതിഹ മിൻഹാ ലഹ്തറക അഹ്ലുദ് ദുനിയാ അൻ ആഖിരിഹിം മിൻ അവ്വലിഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിനൊരു ചെറിയ ദ്വാരം, ഒരു സൂചിമുനയുടെ ദ്വാരമങ്ങാണമിട്ടാൽ അത് ഈ ഭൂമുഖത്തേക്കാണത് തുറന്നിട്ടതെങ്കിൽ ഈ ഭൂമിയിലുള്ളതാകുന്ന സർവ്വജീവജാലങ്ങളും ആ ഒരൊറ്റ ചെറിയ ദ്വാരത്തിലൂടെ കടന്നു വരുന്ന ചൂട് നിമിത്തമായി മരിച്ചു പോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഴുവൻ ആളുകളെ കത്തിച്ചാമ്പലാവും. എന്താണ്? നരകത്തിന്റെ ഒരു സൂചിമുനയുടെ അത്ര ദ്വാരം ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടാൽ ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴും. നരകത്തിന്റെ ചൂടതാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൗ അന്ന സൗബം മിൻ സിയാബി അഹ്ലിന്നാർ ലൗ ഉല്ലിഖ ബൈന السماء والأرض لمات جميع الأرض من نتنها أو من حرها. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗ അന്ന സൗബം മിൻ സിയാബി അഹ്ലിന്നാർ, നരകാവകാശികൾ അവിടേക്ക് കടക്കുമ്പോൾ അവർക്ക് ധരിപ്പിക്കപ്പെടുന്നതായ വസ്ത്രം, ആ വസ്ത്രമെങ്ങാണം ആകാശഭൂമികളിൽ എവിടെയെങ്ങാണം ഒന്ന് ഉടക്കിയിട്ടാൽ, നമ്മുടെ ജയിലിൽ പോകുമ്പോൾ ഉണ്ടാവില്ല നമ്പർ 310, 700, 710 എന്നൊക്കെ പറഞ്ഞ് നമ്പർ കൊടുക്കും അല്ലേ, ഡ്രസ് ഇട്ട് കൊടുക്കും. അതേപോലെ നരകത്തിൽ കയറുമ്പോഴും ഉണ്ട്, അവിടെയും ഉണ്ട് എന്ത് ഡ്രസ്. അവിടെ ചെരുപ്പുണ്ട്, ഹദീസിലുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൽ ചെരുപ്പുണ്ട്, നരകത്തിൽ ഡ്രസ് ഉണ്ട്. നരകത്തിലേതാകുന്ന ഡ്രസ് ലൗ അന്ന സൗബം മിൻ സിയാബി അഹ്ലിന്നാർ, നരകാവകാശികളുടെ വസ്ത്രമെങ്ങാണം ഇടണ്ട, ആകാശഭൂമികളിൽ എവിടെയെങ്ങാണം ഒന്ന് ഉടക്കിയിട്ടാൽ, എവിടെയെങ്കിലും നായങ്കര് കൊളുത്തി ഇട്ടാൽ മതി, ലമാത്ത ജമീഉൽ അർളി മിൻ നതിരിഹാ ഔ മിൻ ഹുരിഹാ,
ഈ ഭൂമി ലോകത്തുള്ളതാകുന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങളും അതിൽ നിന്ന് വരുന്ന ദുർഗന്ധ നിമിത്തമായിട്ടോ ചൂട് കാരണമായിട്ടോ മരിച്ചു വീഴുമെന്ന സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇട്ടാ പിന്നെന്തായിരിക്കും? ഇടണ്ട, എവിടെങ്കിലും ഉടക്കിയിട്ടാൽ മതി. ആകാശഭൂമികളിലുള്ളതാകുന്ന ഈ ഈ ഭൂമിയിലുള്ളതാകുന്ന സർവ്വജീവജാലങ്ങളും മുഴുവനും ആ ഒരൊറ്റ ഡ്രസ്സിന്റെ കാരണത്താൽ, ഒരു ഡ്രസ്സാണ്, എല്ലാവർക്കും ഉള്ളതല്ല, ഒരു ജോഡി ഡ്രസ്സ് മാത്രം എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാൽ അതിന്റെ ചൂട് കാരണമായിട്ട് ഈ ഭൂമുഖത്തുള്ളതാകുന്ന സർവ്വരും മരിച്ചു വീഴും. ഒന്നില്ലെങ്കിൽ അതിന്റെ ചൂട്, അല്ലെങ്കിൽ അതിന്റെ ദുർഗന്ധം, നാറ്റം കാരണം. അങ്ങനെയാണല്ലോ, നമുക്ക് വീട്ടിലൊരു എലി ചത്ത് കിടന്നാൽ തന്നെ ഭയങ്കര നാറ്റായിരിക്കും. ഒരു 10 എണ്ണാണെങ്കിലോ ഒന്നുകൂടി ബുദ്ധിമുട്ടായിരിക്കും, ആകെ ഛർദ്ദിച്ച് അവശനാവും. ഇതിന്റെ നാറ്റവും ദുർഗന്ധവും അത്രമേൽ വലുതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നരകവാസികൾക്ക് ധരിപ്പിക്കുന്ന വസ്ത്രമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറിയ കാര്യമല്ല. നരകം എന്ന് പറയുന്നത് 2 വിറകുള്ളികൾ ചേർത്ത് വെച്ച് കത്തിക്കുന്നതല്ല. നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന നരകമല്ല ഈ നരകം, മനസ്സിലാക്കണം. നമ്മളെ വലിയ ചെറിയൊരു സംഭവമാണ്, കുറച്ച് തീയിട്ട് കത്തിക്കാണെന്ന് കരുതും. അങ്ങനെയല്ല, ഹദീസുണ്ട്. നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും മുറിച്ച് മരക്കഷ്ണങ്ങളാക്കി, അതെല്ലാം വിറകുകൊള്ളികളാക്കി, അത് മുഴുവനും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ. നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണൊരു ഭാഗമാണ് സാബാ, ഒരു ചെറിയൊരു ഭാഗമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. 100-ലൊരു ഭാഗം അത്രയേ ഉള്ളൂ. എന്താ? കാസർഗോഡ് ജില്ലയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, കേരളത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, എത്രയോ കാട് പ്രദേശങ്ങളുണ്ട്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ കാട്ടിലും അല്ലാത്ത നാട്ടിലുള്ളത് മുഴുവൻ വൃക്ഷങ്ങളും മുഴുവൻ ചെടികളും ഇട്ട് കത്തിച്ച് അതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നം. നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നരകമാണോ നിങ്ങൾ കണക്കാക്കുന്നത്, അത് ചെറുതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ എത്രയാണ് നരകം, മനസ്സിലായിക്കോ. തൗബ ചെയ്യാൻ ഇതിനേക്കാൾ നല്ല സമയമൊന്നുമില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. തെറ്റ് ചെയ്യാത്തവരുണ്ടാവൂല, നമ്മളൊക്കെ തെറ്റുകാരാണ്. കുല്ലുബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. ഈ വാളിന്റെ സദസ്സ് ഇവിടെ 10 ദിവസം 12 ദിവസം നെല്ലിക്കുന്നിന്റെ ഉറൂസ് ഭാരവാഹികൾ നടത്തിയിട്ടില്ല എങ്കിൽ, സിനിമ കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പന്ത് കളിച്ചുകൊണ്ടോ സീരിയൽ കണ്ടുകൊണ്ടോ ഇല്ലെങ്കിൽ ബിഗ് ബോക്സ് കണ്ടുകൊണ്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിയാലിറ്റി ഷോകൾ കണ്ടുകൊണ്ടോ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ തിയേറ്ററിൽ പോയിക്കൊണ്ടോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് മറിച്ചിട്ട് അവിടെ ഇരുന്ന് സൊറ പറഞ്ഞുകൊണ്ടോ വർത്തമാനം പറഞ്ഞോ വാട്സാപ്പോ ഫേസ്ബുക്കൊക്കെ നോക്കി അശ്ലീലത കണ്ടുകൊണ്ടിരിക്കും. നമ്മളൊക്കെ ഈ തങ്ങളുപ്പാപ്പയെ സ്തുതിക്കണം, കാരണം അവരുടെ പേരിലാണ് നമുക്കോട് ഒരുമിക്കാൻ സൗഭാഗ്യം കിട്ടിയത്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. മാത്രമല്ല, കമ്മിറ്റി പരിപാലന സമിതികൾ വർഷങ്ങളായി അവരെപ്പോഴും 3 വർഷം കൂടുമ്പോൾ ഈ നടക്കുന്ന ഈ ഉറൂസ് അവർ കൃത്യമായിട്ട് അവരെല്ലാ വർഷവും കൃത്യമായി 10 ദിവസം ഇങ്ങനെ വാഴ വെക്കാണ്. ആലിമീങ്ങളെ കൊണ്ടുവന്ന്, ഉലമാഇനെ കൊണ്ടുവന്ന്, കേരളത്തിലെ പ്രസിദ്ധനായ ആലിമീങ്ങളെ കൊണ്ടുവന്ന്, സയ്യിദമാരെ കൊണ്ടുവന്ന് ആത്മീയ നേതൃത്വം നൽകുകയാണ്. വലിയൊരു കാഴ്ചപ്പാടാണ്. അല്ലാഹു ഇത് നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അത് കിട്ടുന്നതായ വാഴുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കിയെടുക്കണം, മാറ്റൊലി സൃഷ്ടിക്കണം. അതിനാണ് കാര്യം. അവസാന കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ അലാമത്തുൻ സുഗ്റ വ അലാമത്തുൻ കുബ്റ. ലോകാവസാനത്തിന് ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളുണ്ട്. ചെറിയ അടയാളങ്ങൾ ഇനി വരാത്തതില്ല എന്നുള്ളതാണ്. എല്ലാ ചെറിയ അടയാളങ്ങളും വന്നു. റസൂലുള്ളാഹി പറഞ്ഞ മുഴുവൻ അടയാളങ്ങളും. കള്ളുകൂടി അധികരിക്കുമെന്ന് പറഞ്ഞു, അധികരിച്ചില്ലേ? വ്യഭിചാരം അധികരിക്കുമെന്ന് പറഞ്ഞു, അധികരിച്ചില്ലേ? വ്യഭിചാരത്തിലുള്ള സന്താനങ്ങൾ അധികരിക്കുമെന്ന് പറഞ്ഞു, അധികരിച്ചില്ലേ? ഇൽമുള്ളതാകുന്ന ആളുകളെ യർഫഉൽ ഇൽമു വ യൽഹറുൽ ജഹ്ലു, വിവരമുള്ള ആളുകളെ ഇല്ലാതാകും, അവരെ ഉയർത്തപ്പെടും. അഥവാ ആത്മീയ പ്രഭാഷണം നടത്തിയിരുന്ന വലിയ സമുന്നതരാകുന്ന ആത്മീയങ്ങൾ, ഉലമാ, സമസ്തയുടെ നേതൃത്വമാകുന്ന പണ്ഡിതന്മാർ, അവരൊക്കെ ഈ ലോകത്തുനിന്ന് വിടപറഞ്ഞു പോയില്ലേ? വലിയ വലിയ മഹാന്മാർ.
അവരൊക്കെ വിട പറഞ്ഞു പോയില്ലേ? ശംസുൽ ഉലമാ ഈ ഉള്ളാള് തങ്ങളടക്കമുള്ള മഹാന്മാരൊക്കെ ഇല്ലാതായി പോയില്ലേ? അവരൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയില്ലേ? ചിന്തിക്കും. വലിയ വലിയ മഹാന്മാർ ഈ ലോകത്തുനിന്ന് ഇല്ലാതായി. വയൽഹറുൽ ജഹുലു, വിവരമില്ലാത്ത ആളുകൾ, അറിവില്ലാത്ത ആളുകൾ ഈ ലോകത്ത് അധികരിക്കും. ശരിയല്ലേ? എത്രയോ വിവരമില്ലാത്ത ആളുകളാണ് ഈ ലോകത്തുള്ളത്. എത്രയോ വിവരക്കെട്ട പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ലോകത്ത് നടക്കുന്നു. ഇതെല്ലാ അടയാളങ്ങളും കൃത്യമായി നമ്മുടെ കൺമുന്നിലുണ്ടായിരിക്കെ നമുക്ക് മനസ്സിലാക്കാം റസൂലുള്ള പറഞ്ഞ വലിയ വലിയ അടയാളങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ഇമാം മഹദി റളിയല്ലാഹുവിന്റെ വരവ് പോലെ. അവസാന കാലഘട്ടം എത്തുമ്പോൾ മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടും. അവർക്ക് അടിക്കടി വിഷയങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. റസൂലുള്ള പറഞ്ഞില്ലേ, നടക്കല്ലേ ഓരോ വിഷയങ്ങളായിട്ട്, ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ അകപ്പെടുകയല്ലേ, ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് കടന്നു വരില്ലേ. ഇതിൽ നിന്നൊക്കെ എപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതും ബഹുമാനപ്പെട്ടതാകുന്ന നമ്മുടെ ഉസ്താദുമാര്, മുദരിസന്മാര്, നമ്മുടെ ഹത്തീമാരൊക്കെ എപ്പോഴും നമ്മളോട് നിർദ്ദേശിക്കുന്നതും ഈമാൻ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ചെറിയ കാര്യമല്ല, അത് വലിയൊരു വിഷയമാണ്. അവസാന കാലഘട്ടം വരുമ്പോൾ ഈമാനിനെ തെറ്റിക്കാൻ പല വഴികൾ ശ്രമിക്കും പിശാച്. അതിൽ നിന്നൊക്കെ പിടിവിട്ടുകൊണ്ട് ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നിലകൊള്ളണം. എങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലൂടെ 3 കാര്യങ്ങൾ അല്ലാഹു വാഗ്ദാനം ചെയ്യാൻ. അല്ലാഹുവിന് 3 കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ അല്ലാഹുവിനെ ശരിക്കും ഇബാദത്തെടുത്താൽ ഈ 3 കാര്യങ്ങൾ അല്ലാഹു നൽകും. അത് പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഇതാ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കുക. സൂറത്തുൻ നൂറിലെ ഒരായത്താണ്. ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉപയുക്തമായ ഒരായത്തായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നിങ്ങൾ നിന്ന് അല്ലാഹുവിനെ വിശ്വസിക്കുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതായ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ലയസ്തഖലിഫന്നഹും ഫിൽ അർള് കമാ ഇസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളുടെ പൂർവസൂരികളാകുന്ന മഹാന്മാർ ഈ ലോകത്ത് അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിച്ചതുപോലെ നിങ്ങൾക്ക് അധികാരം നിങ്ങളുടെ കൈവെള്ളയിൽ ഞാൻ നൽകാം. നിങ്ങൾക്ക് അധികാരം വേണോ? അധികാരം ഞാൻ തരാം. അല്ലാഹു പറയാണ്, മുഅ്മിനീങ്ങളെ, മുഅ്മിനത്തുകളെ, വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. പീഡിത സമൂഹമേ, നിങ്ങൾ ദുഃഖിക്കരുതേ, വ്യസനിക്കരുതേ. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത് ലയസ്തഖലിഫന്നഹും ഫിൽ അർള് കമാ ഇസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളുടെ പൂർവ്വികർക്ക് ഈ ദുനിയാവിൽ അധികാരത്തിന്റെ ചക്രവർത്തി നൽകിയതുപോലെ, അധികാരത്തിൻ്റെതാകുന്ന ചെങ്കോല് കൈവെള്ളയിൽ കൊടുത്തതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് നാം അധികാരം നൽകാം. അധികാരമാണോ നിങ്ങൾക്ക് ആവശ്യം? അധികാരം തരാം. അല്ലാഹു പറയാം. ഒന്നാമത്തെ വാഗ്ദാനം അതാണ്. وَلَيُمَكِّنَنَّ لَهُمْ دِينَهُمُ الَّذِي ارْتَضَىٰ لَهُمْ. ഈ ദുനിയാവിൽ സംതൃപ്തകരമാകുന്ന, ദീനിൽ സംതൃപ്തകരമാകുന്ന ജീവിതം നയിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം നൽകാം. ദീനിയായ സൗകര്യത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
വാളുകൾ കേൾക്കാനും വാദിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കാനും പള്ളിയുടെ മിനാരത്തിലൂടെ ബാങ്കുകൾ മുഴക്കുവാനും ആ ബാങ്കുകൾ കേട്ടുകൊണ്ട് ജുമാ ജമാഅത്തുകൾക്ക് സന്തോഷകരമായി കടന്നു വരാനും മക്കളെ മദ്രസയിലേക്ക് വിടാനും മക്കളെ ദീനി സ്ഥാപനത്തിലേക്ക് വിടാനും മക്കളെ പുറത്തു വിടാനും ദീനിന്റെ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണോ? ആ സൗകര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. രണ്ടാമത്തത് അതാണ്. 3 وَلَيُبَدِّلَنَّهُم مِّن بَعْدِ خَوْفِهِمْ أَمْنًا നിർഭയത്വത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ? ഭയപ്പാടില്ലാതെ റാഹത്തായ ജീവിതം നിങ്ങൾക്ക് വേണോ? ഒരാളും നിങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരാതെ റാഹത്തായുള്ള ജീവിതം 60-70 വയസ്സുള്ള ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ കൈവെള്ളയിൽ ഞാൻ നൽകാം. അധികാരം നിന്റെ കയ്യിൽ ഞാൻ നൽകാം. ഈ ഭൂമിയിൽ ദീനനുസരിച്ചുള്ള സൗകര്യം നിന്റെ കൈവെള്ളയിൽ ഞാൻ നൽകാം. ഭയമില്ലാത്ത ജീവിതവും നിനക്ക് ഞാൻ നൽകാം. ഒരൊറ്റ കാര്യം നീ എനിക്ക് ഉറപ്പ് തരണേ. യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ. എന്നെ മാത്രമൊന്ന് ആരാധിക്കണേ. ഞാനല്ലാത്ത ഒരു വസ്തുവിനെയും പങ്കുചേർത്ത് ആരാധിക്കാൻ പാടില്ല. ഇന്ന് സിനിമാ നടിമാരുടെ ഫാൻസുകൾ രൂപപ്പെടുന്ന കാലഘട്ടമാണ്. മോഹൻലാലിന്റെ പടമിറങ്ങിയാലും മമ്മൂട്ടിയുടെ പടമിറങ്ങിയാലും ഫാൻസുകൾ ഇറങ്ങുകയാണ്. അത് വിജയിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപകൾ ചെലവഴിക്കാനും റെഡിയാണ്. അല്ലാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിമേ, മഗ്രിബ് നമസ്കരിക്കാത്തതെന്താണ്? മഗ്രിബിന്റെ സമയത്ത് നീ എവിടെയാണ്? സിനിമ കാണാൻ വേണ്ടി ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി തിയേറ്ററിലേക്ക് നിൽക്കുന്നവനല്ലയോ? അത് യഥാർത്ഥമായ ദീനല്ല. യഅ്ബുദൂനനീ, എന്നെ മാത്രമൊന്ന് ആരാധിക്കണേ. ലാ യുശ്രികൂന ബി ശൈആ, എന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമാ തമ്പുരാർക്ക് ജയ് വിളിക്കാൻ നീ പോകരുതേ. ഈ ലോകത്തൊരു സൃഷ്ടിയെയും നീ ആരാധിക്കാൻ പോകരുതേ. ഒരാളുടെ ഫാൻസും നീ രൂപീകരിക്കാൻ പോകരുതേ. നീ മുസ്ലിമാണ്, നീ മുഅ്മിനാണ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. അവനാണ് റാസിഖ്, അവനാണ് ഈ ലോകത്തിന്റെ പരിപാലകൻ, അവനാണ് സംരക്ഷകൻ, അവനാണ് ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂചരങ്ങൾ പൊടിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ്, ആർത്തിരമ്പി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ പരിപാലകനായ അല്ലാഹ്, ആ പടച്ചറപ്പിനെ മാത്രം നീ ഒന്ന് ആരാധിക്കണേ. അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും നീ പങ്കു ചേർക്കരുതേ. അല്ലാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് ആധാർ കാർഡിൽ മുസ്ലിം മാത്രമാണ്, റേഷൻ കാർഡിൽ മുസ്ലിമാണ്, മഗ്രിബിന്റെ ഇടയിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരിയാണ്. അല്ലാഹുവിനെ ആരാധിക്കുന്നവനല്ല, വിക്രില്ല, ഖുർആൻ ഓതലില്ല, മഗ്രിബ് നമസ്കാരമില്ല, ഇശാ നമസ്കാരമില്ല. അല്ലാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ്
കടന്നുകൊണ്ട് മെസ്സിയുടെ ഫുട്ബോൾ കളികൾ കാണാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതായ ചെറുപ്പക്കാരാ, ഞാനും ഒരു മെസ്സിയാകണം, ഞാനും ഒരു റൊണാൾഡീനോ ആകണം എന്ന ലക്ഷ്യത്തിൽ ഇറങ്ങുന്നതായ ചെറുപ്പക്കാരാ, നീ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? നമസ്കാരങ്ങളെ ഖളാക്കിയിട്ട് ഈ ദുനിയാവിന്റെ പിറകെ നീ പോകരുതേ. യഅ്ബുദൂനനീ, എന്നെ മാത്രമൊന്ന് ആരാധിക്കണേ. ലാ യുശ്രികൂന ബി ശൈആ, മറ്റൊരാളെ പങ്കു ചേർക്കാതെ നീ നിലകൊണ്ടാൽ അധികാരത്തിന്റെ പരമോന്നത പദവി നിന്റെ കൈകളിൽ ഞാൻ നൽകാം. മുഅ്മിനേ, ഈ ദുനിയാവിൽ ഭയമില്ലാത്ത ജീവിതം നൽകാം. മുഅ്മിനേ, ഈ ദുനിയാവിൽ ദീനിൽ സൗകര്യമാകുന്ന ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ ആരും നിന്നെ തടയാതെ റാഹത്തായുള്ള ജീവിതം കാഴ്ചവെക്കാൻ നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഏറ്റെടുക്കാൻ ചങ്കൂറ്റം നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത്രേ ഉള്ളൂ. ഏറ്റെടുക്കാൻ നമുക്ക് ഈമാൻ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ വാഗ്ദാനം ചെയ്തിരിക്കുക. ഒറ്റ പണി ചെയ്താൽ മതി, ഈമാനിൽ അടിയുറച്ച് നിങ്ങൾ എന്നെ ആരാധിച്ചാൽ മതി. അല്ലാഹ് അത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമ കാണുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സീരിയൽ കാണുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പടച്ചറപ്പ് നിരോധനം പ്രഖ്യാപിച്ചതാകുന്ന അശ്ലീലമാക്കപ്പെട്ടതാകുന്ന തലങ്ങളിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാതുകളെ പാതിരാത്രി സമയത്ത് നിശയുടെ നിശീലതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം മാതാപിതാക്കളെ തൃണവൽക്കരിക്കുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിൽ വലിച്ചെറിയുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാമുകന്മാരുമായി രഹസ്യമായി ഭാഷണം നടത്തുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാമുകിയുടെ കോൾ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന പരപുരുഷന്മാർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാലിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ പോലും അന്യാക്കപ്പെട്ട സഹോദരിമാരുമായി ചങ്ങാത്തം മുഴുകി അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് കടന്നു വരുന്നതായ പരപുരുഷന്മാർ. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, എന്നെ മാത്രം നിങ്ങളൊന്ന് ആരാധിക്കും, ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 കാര്യവും ഞാൻ നൽകാം. അല്ലാഹ് പറയാണ്. ഇന്ന് മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ വിഷയമാണ് ഈ 3 വിഷയവും. അധികാരം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് അല്ലേ? വേണോ? തരാം ഞാൻ നിങ്ങൾക്ക്. ഈ ദീനനുസരിച്ചുകൊണ്ട് ജീവിതം ഇവിടെ സാധ്യമാകുമോ? ഏകസിവിൽ കൊടുക്ക് കൊണ്ടുവരുമോ? പടച്ചവനെ വിഷയമാകുമോ? നാളെ ഇതുപോലെ കബറിൽ കിടക്കാൻ പറ്റുമോ? അതല്ല മൊത്തത്തിൽ എല്ലാവർക്കും ഒരു നിയമം വന്നിട്ട് കത്തിക്കലാകുമോ? എന്താകുമോ പടച്ചവനെ എന്ന് ഭയപ്പെട്ടുകൊണ്ടൊക്കെ നിലകൊള്ളുന്നവർ, ഭയപ്പാട് ഭയവിഹ്വലതയും കൊണ്ട് നടക്കുന്നവർ, നിങ്ങൾ ഒരൊറ്റ കാര്യം മുറുകെ പിടിച്ചാൽ മതി. ഈമാൻ പുൽകി എന്നെ കൃത്യമായി അടയാളപ്പെടുത്തി നമസ്കരിച്ചാൽ മതി, ഇബാദത്തെടുത്താൽ മതി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ 3 കാര്യവും ഞാൻ നൽകാം. അല്ലാഹ് പറയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. 4ാമത്തെ ഘട്ടത്തിൽ നിന്ന് പിന്നെ പോകുന്നത് 5ാമത്തെ ഘട്ടമാണ്. 4 ഘട്ടങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത് ഇവിടെ. 1 ആത്മാക്കളുടെ ലോകം, 2 ദുന്യാവ്, 3ാമത്തത് ഖബർ, 4ാമത്തത് മഹ്ശറ, 5ാമത്തത് ആ മഹ്ശറയിൽ നിന്ന് കൊണ്ടുപോകും അൽ ജന്ന അവിന്ന. ഒന്നില്ലെങ്കിൽ സ്വർഗം. ആർക്കാ സ്വർഗം? ഈ 2ാം ഘട്ട ജീവിതമാകുന്ന ഇപ്പോൾ വസിക്കുന്ന ഈ ദുന്യാവിൽ നമസ്കരിച്ചവൻ, നോമ്പ് പിടിച്ചവൻ, സക്കാത്ത് കൊടുത്തവൻ, ഹജ്ജ് ചെയ്തവൻ, പാവങ്ങളുടെ കണ്ണീരൊപ്പിയവൻ, നിരാലംബർക്ക് അവലംബമായവൻ, സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവന് അൽ ജന്ന, സ്വർഗം. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതല്ലാത്തവൻ അവിടെ നിന്ന് നരകം, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകും. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു കൂട്ടം ആളുകളെ നരകം. അല്ലാഹു നരകവാസികളുടെ കൂട്ടത്തിൽ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എപ്പോഴും നമ്മൾ കാവൽ തേടുന്നതും അത് തന്നെയാണ് അല്ലേ? രാവിലെ സുബഹി നമസ്കരിച്ചതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 വട്ടം ചൊല്ലിയിട്ട് നമ്മൾ പറയും അല്ലാഹുമ്മ അജിർനി മിനന്നാർ. മഗ്രിബിന് ശേഷവും സുബഹിക്ക് ശേഷവും ആരെങ്കിലും ഇതിങ്ങനെ 10 വട്ടം ചൊല്ലി ഇതേപോലെ ദുആ ചെയ്താൽ അവന്റെ എല്ലാ ചെറുപാപങ്ങളും നാം പുറത്തു കൊടുക്കും. വഇൻ കാനത മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിന്റെ നുരയുടെ പതയുടെ സമാനമായിട്ടാണ് തെറ്റുകളെങ്കിലും അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹം. രാവിലെ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ കാവൽ തേടുന്നുണ്ട്.
കാവല് തേട്ടത്തെ പറ്റി പറയാനാണെങ്കിൽ അത് തന്നെ ഉള്ളൂ. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. റഹ്മാനായ റബ്ബിൻ്റെ ദാസന്മാരുടെ അടിമകളുടെ വിശേഷണം പറയുന്നിടത്ത് കാണാം, അവരെപ്പോഴും നരകത്തെ തൊട്ട് കാവല് തേടിക്കൊണ്ടിരിക്കും. സദാസമയം എപ്പോഴും അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. വെള്ളിയാഴ്ച ജുമായ്ക്ക് പള്ളിയിൽ വന്നു, ഇമാമി മുമ്പിൽ നിന്നുകൊണ്ട് ആകെ 3 പ്രാവശ്യം കാവല് തേടുന്ന ഇതേ ഉള്ളൂ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ചെറിയ കാര്യമല്ലത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അവസാനത്തെ അത്തഹിയാത്തിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്ന സമയത്ത് 4 കാര്യങ്ങളെ കൊണ്ട് കാവല് തേടാതെ നിങ്ങൾ വിരമിക്കരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിൽപ്പെട്ട ഒരു ദുആഉമാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല. നമ്മൾ ആ സമയത്ത് ഒരു ക്ലോക്കിലോട്ട് നോക്കുക, പഠിച്ചവൻ നിൽക്കാനും കഴിയാറായോ, ഇതുവരെ തീർന്നില്ല ഈ ചിന്താഗതിയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ഖബറിലെ ശിക്ഷയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. വമിൻ അദാബിൻ നാർ, നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്, ജീവിത കാലഘട്ടത്തിലും മരണാസന്ന വേളയിലുമുള്ള ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അവിടെയും നരകത്തെ തൊട്ടുള്ള കാവല് തേട്ട്. എല്ലാ ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങളും അവസാനത്തെ തഹിയ്യാത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നരകത്വത്തിലുള്ള കാവല് തേട്ടം ജീവിതത്തിലുടനീളമുണ്ട്. കാരണം നരകം അത്രമേൽ പ്രധാനമാണ്, ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അള്ളാഹു നരകത്തിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതിനെന്ത് വേണം? ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ഈ 2ാം ഘട്ട ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സുഹൃതം അനുഷ്ഠിക്കണം. ഒരൊറ്റ വക്കത്ത് ജമാഅത്ത് നമ്മൾ മുടക്കരുത്. കാരണം നമുക്ക് ഇത്രയും റാഹത്തായ പഴമയുള്ളൊരു പള്ളി നമ്മുടെ മഹലിലുണ്ട്. നമുക്ക് ജുമായ്ക്കുള്ള ആളുകൾ എന്ത് ചെയ്യും? മറ്റുള്ള വക്കത്തുകൾക്ക് ഇല്ലാതെ പോകുന്നത്, സുബഹിക്കില്ലാതെ പോകുന്നത് പാടില്ല. നമ്മളൊക്കെ ജമാഅത്തുകൾ ശ്രദ്ധിക്കണം. അതിലേ വലിയ താല്പര്യമുണ്ടാവുള്ളൂ, അതിലേ ഖൈറുള്ളൂ. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മളൊക്കെ ഫർള് നിസ്കരിക്കുന്നുണ്ട്. മിക്ക ചെറുപ്പക്കാരും ഫർളുണ്ട്, പക്ഷെ അതിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിക്കാറില്ല. വളരെ ഗൗരവത്തിൽ അത് ശ്രദ്ധിക്കണം. മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ. പഴയ ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ, പ്രായം ചെന്ന ആളുകൾ. അവരെന്താ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? അല്ലെങ്കിൽ ഉസ്താദുമാരും മുത്തലിങ്ങൾ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? വിത്ർ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? ദുഹാ നമസ്കാരം അവർക്ക് മാത്രമുള്ളതാണോ? അല്ല, നമുക്കും അനുഷ്ഠിക്കണം, നമുക്കും എത്തണം, നമുക്കും അതുപോലെ ഉയരാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ കിടക്കുന്ന മഹാന്മാരെയൊക്കെ നമ്മൾ ഇന്നും സ്മരിക്കുകയും അവരുടെ പേരിൽ ആണ്ട് കഴിക്കുകയും അവരുടെ പേരിൽ ലോകം മുഴുവനും നമ്മൾ ആളുകളെ വിളിച്ചുകൂട്ടി ഭക്ഷണം നൽകുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താ? മറ്റൊന്നുമല്ല, അവരിത്രത്തോളം വലിയതാകുന്നു, ഉയരാൻ കാരണം എന്താ? അവരുടെ ജീവിതം ധന്യമായിരുന്നു, നല്ല അമൽ അവർ ചെയ്തിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും, ഉറപ്പാണ്. നമുക്കങ്ങനെ വലിയ സ്ഥാനമാനങ്ങൾ മോഹിച്ചിട്ടൊന്നുമല്ല, അവരൊന്നും അറിയപ്പെടാൻ ആഗ്രഹിച്ചവരല്ല. പക്ഷേ അവരറിയപ്പെട്ടു പോവാൻ, അവരുടേതാകുന്ന കറാമത്ത് അവർ പോലും അറിയാതെ വെളിപ്പെട്ടു പോവാൻ. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് ആശാകേന്ദ്രമാണ് തങ്ങളുപ്പാപ്പയും തൊട്ട് താരത്തുള്ളതാകുന്ന മഹാനുഭാവന്റെ ദറജ് മഖബറയും ഒക്കെ. അല്ലാഹുവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ഈ പരിശുദ്ധമായ രാവിൽ നമ്മുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഏതെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ, അർഹമുർ റഹീമായ അല്ലാഹു ആ ലക്ഷ്യങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു വരുമാറാവട്ടെ. വലിയൊരു വിപത്തിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. പൗരത്വ ഭേദഗതി ബില്ലെന്ന് പറയുന്നത് വളരെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. ഞാൻ ഇപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു, ഈ സമയത്തും നിസ്സാരമായി കണ്ടുകൊണ്ട് കള്ളുകുടിച്ചും ലഹരി നുണഞ്ഞും അശ്ലീലതകൾ കണ്ടും രസിച്ചും മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ പള്ളിയുടെ അകത്തളത്തിൽ 2ാം നിലയിരുന്നു കൊണ്ട് എക്സെൻഡർ മുഖേന കൂട്ടുകാർക്ക് സെൻഡ് ചെയ്തും മോശപ്പെട്ടതാകുന്ന ഫിലിമുകൾ പാതിരാത്രി സമയത്ത് കണ്ടും മോശപ്പെട്ടതാകുന്ന പാട്ടുകൾ പാതിരാത്രി സമയത്തും വാഹനത്തിനുമല്ലാതെയുമൊക്കെ കേട്ടുകൊണ്ട് കാതുകളെ മലീമസമാക്കിയും കാമുകനും കാമുകിയും ഇപ്പോഴും പഴയതുപോലെ തന്നെ ചാറ്റിംഗ് നടത്തി ദുന്യാവാകുന്ന ഈ ലോകത്തെ അടിച്ചു പൊളിച്ച് കഴിയുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ വഖഅതും ഫിൽ അംറിൽ അളീമി,
ഇതുപോലെയുള്ള വലിയ വിപത്തുകൾ നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ ഫഖൂലു, നിങ്ങൾ എല്ലാവരും കൂടി ചൊല്ലണേ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വലിയ ശ്രേഷ്ഠതയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഈ ദുആ ചെറിയ ദുആ അല്ല. അല്ലാഹ് മതി നമുക്ക് വരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അവനാണ്. അതാണ് അതിന്റെ അർത്ഥം. ചെല്ലേണ്ടത് എത്രയാണ് ഉസ്താദേ? 450 പ്രാവശ്യം ചെല്ലണം. അതാണ് അതിന്റെ കണക്ക്. 450 എല്ലാ ദിവസവും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇനി അങ്ങോട്ടുള്ള ദിവസം നിർബന്ധമാണ്, ഇല്ലെങ്കിൽ വിജയം കിട്ടൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരാണ് ശത്രു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം ശത്രു ആരാണ്. ആ ശത്രുവിനെ ശരിക്കും മനസ്സിൽ കണ്ട് നല്ലതുപോലെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെല്ലണം, വിജയം കിട്ടാൻ വേണ്ടി. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹസ്ബുനല്ലാഹു, അല്ലാഹ് മതി നമുക്ക്, നിഅമൽ വക്കീൽ വരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനവനാണ്. ഈ ദിക്ർ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഇങ്ങനെ 450. ഒരു 10 മിനിറ്റ് സമയം അതിനുവേണ്ടി ചെലവഴിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ തല പോകുന്ന കേസാണ്. നിസാരമായി നീ കാണേണ്ട ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് നിന്റെ സമയവും സന്ദർഭവും അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ഫർളാക്കപ്പെട്ട നമസ്കാരത്തിന്റെ പിന്നിൽ അവിടെ ശേഷമുള്ള ദിക്റും ദുആവൊക്കെ കഴിഞ്ഞതിന് ശേഷം അനക്കമടങ്ങി അവിടെ പള്ളിയുടെ അകത്തളത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾ മുസല്ലയിൽ തന്നെ ഇരുന്ന് ഒന്നുകൂടി കബിലഭിമുഖമായിട്ട് ചൊല്ലിത്തീർക്കും. അതിന് മുമ്പൊരായത്തുണ്ട്, ശേഷം ഒരായത്തുണ്ട്. സൂറത്ത് ആലി ഇമ്രാൻ സൂറത്തിലെ 173-ാമത്തെ ആയത്ത് ആദ്യം 1-ാമത്തെ പ്രാവശ്യം ഓതണം. ആദ്യം ഈ ആയത്ത് ഓതണം. ഏതായത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين قال لهم الناس إن الناس قد جمعوا لكم فخشوهم فزادهم إيمانا فقالوا حسبنا الله ونعم الوكيل. ഇത് സൂറത്ത് ആലി ഇമ്രാൻ. അലി ഇമ്രാൻ സൂറത്ത് എന്ന് പറഞ്ഞാൽ 3-ാമത്തെ സൂറത്താണ്. തുടക്കത്തിൽ നിന്ന് ഫാത്തിഹ, അൽ ബഖറ, ആലി ഇമ്രാൻ. ഇങ്ങനെ പറയുന്നതിനാ എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ നിർത്തി പോകാൻ കാരണം സാധാരണക്കാർ കൂടി തിരിഞ്ഞു പോകണം, അതിനുവേണ്ടിയാണ്. ആലി ഇമ്രാൻ സൂറത്തിലെ 173-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിയത്. ഈ ആയത്ത് ഒരു വട്ടം ഓതണം. എന്നിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന ദിക്ർ 450 പ്രാവശ്യം ചെല്ലണം. അതിനുശേഷം 174-ാമത്തെ ആയത്ത് 11 വട്ടം ഓതണം. തൊട്ടടുത്ത ആയത്ത്, തൊട്ട് ചേർന്നുള്ള ആയത്താണ്. ആയത്തിതാണ് فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم. 174-ാമത്തെ ആയത്തിതാണ്. ഈ ആയത്ത് 11 വട്ടം ഓതിയിട്ട് ദുആ ചെയ്യാം. ഉറപ്പായിട്ടും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടും. ഇതൊരു 10 ദിവസം കൊണ്ട് ചെയ്തു നോക്കി, അപ്പം അറിയാൻ വിവരം. ശത്രു എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. നമ്മുടെ ബിസിനസ്സിന്റെ കച്ചവടത്തിന്റെ ഇടയിൽ അവിടെ ഉണ്ടാകും. നമുക്കെതിരെ കൂടോത്രം ചെയ്യുന്നവർ, മാരണം ചെയ്യുന്നവരൊക്കെ നമുക്ക് വ്യക്തമാണ്. പലരെ നമുക്കറിയാം. നമ്മുടെ നാട്ടുകാരിലുണ്ടാവും, ബന്ധുക്കളിലുണ്ടാകും, അയൽവക്കങ്ങളിലുണ്ടാകും. പലയിടത്തുമുണ്ട് ശത്രുക്കൾ, പല ഭാഗങ്ങളിലുമുണ്ട്. ശത്രുവിനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് ചെയ്താൽ പരിപൂർണമായ വിജയം അള്ളാഹു കിട്ടും. ഇപ്പം നമ്മുടെ യഥാർത്ഥ ശത്രു ആരെന്നറിയാം. അവരെ കരുതിക്കൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. 450 പ്രാവശ്യം. ഞാനിത് പറയാൻ കാരണം വയല് കഴിഞ്ഞ് നമ്മൾ നരകത്തൊക്കെ കേട്ടിട്ടങ്ങ് തിരിച്ചു പോകുന്നതിലല്ല കാര്യം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അമലിന് എന്തെങ്കിലും കിട്ടണം. അതാണ് ഒരു വാദമുണ്ട് ഏറ്റവും വലുത്, കാതൽ. അതിനുവേണ്ടി ഒരു അമലിനുള്ളൊരു വിഷയമാണ് ഈ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ കൃത്യമായ അമലനുഷ്ഠിക്കുക. അതിനുശേഷം ഇൻഷാ അല്ലാഹ് തഖ്വ വെച്ചുകൊണ്ട് ഈ ദിക്ർ ചെയ്തുകൊണ്ട് മുന്നേറുക. അള്ളാഹു വിജയം തരും, ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അഅലൂന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ നിന്ദരാവൂല, നിങ്ങളാണ് ഏറ്റവും സമുന്നതർ. നിങ്ങൾ
മോമിനികളായെങ്കിലെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈമാൻ മുറുകെ പിടിച്ച് നിലകൊണ്ടാൽ നമ്മളെ തൊടാൻ ഒരാളും വരൂല. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അള്ളാഹുവിനെ പേടിച്ച് നിലകൊണ്ടാൽ ലോകം മുഴുവനും അവനെ പേടിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് നല്ല അമലിലായി നമ്മൾ മുന്നേറുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു 3 സ്വലാത്തിൽ നമുക്ക് ദുആ ചെയ്യാം. അതുപോലെ ഉള്ളവരൊക്കെ അടുത്ത് വരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും അടുത്ത് വരും. ഇന്ന് എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ട് ഇന്ന് 17ാമത്തെ ദിവസമാണ്. തഴവ ഉസ്താദിൻ്റെ 3ാമത്തെ മകളാണ് ഉമ്മ. തഴവ ഉസ്താദ് നമ്മുടെ ഇവിടെയൊക്കെ ധാരാളം വാഴ്ന്നു പറഞ്ഞതാണ്, നെല്ലിക്കുന്ന് ഈ പരിസരത്തുമൊക്കെ. അള്ളാഹു ഉസ്താദിൻ്റെ ദറജ ഉയർത്തുമാറാവട്ടെ. എൻ്റെ ഉമ്മയുടെ ദറജ അള്ളാഹു ഉയർത്തട്ടെ. അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബാദികൾ, ഈ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് വിശ്വാസികൾ, അള്ളാഹു അവരുടെ ഖബറെല്ലാം സന്തോഷത്തിലാക്കട്ടെ. അവരൊക്കെ ഖബർ ഇങ്ങനെ വാഴ്ന്നു കേട്ടിട്ട് അവരൊക്കെ പ്രതീക്ഷ വെക്കുന്നത് ഈ ഒരൊറ്റ ദുആ ആണ്. വേറൊന്നും അവർക്ക് പ്രതീക്ഷയില്ല. അവർ വാഴ്ന്നു കേട്ടിട്ട് ഖബറിലൊരു ദുആ കിട്ടാൻ വേണ്ടി അവരൊക്കെ ആനന്ദിക്കുകയാണ്. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഉറക്കെ ആമീൻ പറയുന്ന അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. സ്വർഗീയ വിരിപ്പ് അള്ളാഹു ഖബറിൽ വിരിച്ചു നൽകട്ടെ. സ്വർഗീയ വസ്ത്രങ്ങൾ അള്ളാഹു അണിയിക്കട്ടെ. സ്വർഗീയ ഭക്ഷണങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇവരൊക്കെ വലിയ സന്തോഷവാന്മാരാണ്. കാരണം നാളെ ഈ കിടക്കുന്ന മഹാന്മാരോടൊപ്പം സ്വർഗത്തിലേക്കുള്ള പ്രയാണം ഒരുമിച്ച് പോകാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.